وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إنا نسألك خير هذا اليوم وخير ما بعده ونعوذ بك من شر ما في هذا اليوم وشر ما بعده يا رب العالمين. സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ചാഴ്ചകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഫീഖിൻ്റെ രഹസ്യങ്ങൾ എന്ന വിഷയത്തിൽ, അസ്റാറു തൗഫീഖ് എന്ന വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് എന്നാൽ എന്താണ്, അവൻ്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, തൗഫീഖ് ലഭിക്കാത്തവരുടെ ലക്ഷണങ്ങൾ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ 16ഓളം കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? 16 പറഞ്ഞ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളിലായി സംസാരിച്ചു വന്നത്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ആദ്യമായി വരുന്നവർ ഇതിനു മുൻപുള്ള ദർസുകൾ സാധിക്കുമെങ്കിൽ, നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ കേൾക്കണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷമുള്ള മജ്ലിസിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയായി അസ്ബാബു തൗഫീഖ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള വഴികൾ, അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ചയായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 16 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള അസ്ബാബുകളായി, വഴികളായി നമ്മൾ സാമാന്യം വിശദീകരിച്ചത്. 17ാമത്തെ കാര്യം ഇറാദത്തുൽ ആഖിറ, ആഖിറം ലക്ഷ്യമാക്കുക, പരലോകം പരമപ്രധാനമായ തേട്ടമാക്കി സ്ഥാപിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് ഒരു മുസ്ലിം അവൻ്റെ കണ്ണിന് മുൻപിൽ ആഖിറത്തെ സ്ഥാപിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ജഅലുൽ ആഖിറത്തി നുസ്ബൽ ഉയൂൻ, അവൻ്റെ കണ്ണിന് മുൻപിൽ ആഖിറത്തെ അവൻ സ്ഥാപിക്കണം, കണ്ണിൽ കാണുന്നത് പോലെ. വമഹ്വൽ അഫ്ഇദ, അവൻ്റെ മനോവ്യാപാരമാക്കണം. മനോവ്യാപാരം എന്ന് പറഞ്ഞാൽ മനസ്സിലെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കണം, പരലോകബോധം മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കണം, അവൻ്റെ ചിന്തയിലുടനീളം അത് സ്ഥാനം പിടിക്കണം. കാരണം ലിഅന്നഹാ ഹിയ ദാറുൽ ഖറാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പരലോകമാണ്, ആഖിറമാണ് നിലനിൽക്കുന്ന ഭവനം. ആഖിറത്തിലെ മരിക്കാതെ നമ്മൾ ജീവിക്കുള്ളൂ. ആ മരിക്കാത്ത ലോകത്തെക്കുറിച്ചുള്ള മരിക്കാത്ത ചിന്തകൾ നമുക്കില്ലെങ്കിൽ മരിക്കുന്ന ലോകത്ത് നമ്മൾ നഷ്ടക്കാരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാഅ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഓ സമൂഹമേ, അമ്പിയാക്കൾ അവരോട്, തങ്ങളുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ, ഉദ്ഘോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. സമൂഹമേ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, നിങ്ങൾ മതിമറക്കുന്ന, നിങ്ങൾ അഭിരമിക്കുന്ന, നിങ്ങൾ സുഖിക്കുന്ന, നിങ്ങൾ ആഖിറത്തെ പറ്റി അശ്രദ്ധയിലാകാൻ പ്രധാനമായി കാരണമായി തീരുന്ന, അള്ളാഹുവിനെ മറക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നിങ്ങളെ വിസ്മൃതിയിലാക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, നൈമിഷികമായ നശ്വരമായ ഈ ദുനിയാവ്, ഹാദിഹിൽ ഹയാത്തു ദുനിയ മതാഅ,
ഇത് തുച്ഛമായ ചില വിഭവങ്ങൾ മാത്രമാണ്. ഇതിനധികം ആയുസില്ല, ഇത് നിലനിൽക്കുകയില്ല. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, എന്നാൽ ആഖിറം, പരലോകം, അതാണ് സ്ഥിരവാസത്തിനുള്ള ഭവനം. അവിടെയാണ് നിങ്ങൾ മരിക്കാതെ കാലാകാലം ജീവിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന ദുനിയ മതാഉൻ ലാ യൽബസു അൻ യസൂല വൽ ആഖിറതു ഹിയ ദാറുൽ ബഖാ വൽ ഇസ്തിഖറാർ വഹൽ അൽ ഇൻസാനു ഫി ഹാദിഹിൽ ഹയാത്തി ഇല്ലാ ഗരീബ് ഔ ആബിറു സബീൽ. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ, നശ്വരമായ, നശിക്കുന്ന, തുച്ഛമായ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ അവൻ എങ്ങനെ ജീവിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് തട്ടി ഉപദേശിച്ചതുപോലെ, യബ്ന ഉമർ കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഇബ്നു ഉമർ, നീ ദുനിയാവിൽ ഒരു പരദേശിയെ പോലെ ജീവിക്കുക, അതല്ലെങ്കിൽ ഒരു വഴിപോക്കനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ. എന്താണ് പരദേശിയുടെയും വഴിയാത്രക്കാരൻ്റെയും പ്രത്യേകത? പ്രവാസ ലോകത്തെ ജീവിതത്തെ കാഴ്ചപ്പാട് എന്തായിരിക്കും? കാലാകാലം അവിടെ നിൽക്കണമെന്ന, അവിടെ പെണ്ണ് കെട്ടി കുടുംബം സ്ഥാപിച്ച് അവിടുത്തെ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അറേബ്യൻ നാടുകളിലെ ഖൈറും അവിടുത്തെ തൗഹീദിന്റെ എന്താ പറയാ, അമ്നും ഇതെല്ലാം കണ്ട് അവിടെ കൂടാൻ ആഗ്രഹിക്കുന്നു. അതിനപ്പുറത്ത് പൊതുവെ വിദേശത്തേക്ക് യാത്ര പോകുന്ന അന്യദേശക്കാരുടെ ചിന്ത നാട്ടിലേക്ക് മടങ്ങി വരണമെന്നാണ്. നാട്, വീട്, കുടുംബം എന്നുള്ള ചിന്തയാണ്. അവൻ വിദേശത്താണെങ്കിൽ അവന്റെ ചിന്ത അതാണ്. ഇതുപോലെ ദുനിയാവ് നമ്മുടെ സ്വദേശമല്ല. നമ്മുടെ സ്വദേശം എവിടെയാണ്? ഈ ഹദീസുകൾ വിശദീകരിക്കവേ മഹാനായ ഇബ്നു റജബിൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിലുള്ള പ്രധാനപ്പെട്ട പാഠം, ദുനിയാവിനെ നീ നിന്റെ രാജ്യമാക്കരുത്, ദുനിയാവിൽ നീ നിന്റെ വീട് സ്ഥാപിക്കരുത്. വീടുണ്ടാക്കരുത് എന്നല്ല പറഞ്ഞത്. ആളുകൾ ഇവിടെ വീടും കൊട്ടാരൊക്കെ പണിതിട്ട് കാലാകാലം ഇവിടെ ജീവിക്കുന്നുള്ള മോഹത്തിലാണ് ദുനിയാവിന് വേണ്ടി പണിയെടുക്കുക. അതുകൊണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിനെ നിനക്ക് രാജ്യമായോ ദുനിയാവിനെ നിന്റെ വീടായോ നീ കാണരുത്. നിന്റെ രാജ്യം, നിന്റെ വതൻ, നിന്റെ സ്വദേശം ആഖിറമാണ്, പരലോകമാണ്. നിന്റെ വീട് സ്വർഗമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നീ ദുനിയാവിൽ പണിയെടുക്കണം. ചില റിവായത്തുകളിൽ കാണാം, നീ നിന്റെ നഫ്സിനെ ഖബറാളികളുടെ കൂട്ടത്തിൽ, മണ്ണിനടിയിൽ, 6 അടി മണ്ണിനടിയിൽ മരണം പുൽകി ഈ ദുനിയാവിനോട് വിട പറഞ്ഞവരുടെ കൂട്ടത്തിൽ എണ്ണി ജീവിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈത്തപ്പനയോലയുണ്ട് ഉണ്ടാക്കിയ ഒരു കട്ടിലിൽ വിരിപ്പൊന്നുമില്ലാതെ അവിടുന്ന് കിടക്കുകയാണ്. അല്പനേരം അവിടുന്ന് വിശ്രമിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം എഴുന്നേറ്റപ്പോൾ നബിയുടെ ശരീരത്തിൽ ഈത്തപ്പനയോലയുടെ പാടുണ്ടായി, അടയാളം കണ്ടു. സഹാബികൾ ചിലർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു വിരിപ്പ് നൽകാമായിരുന്നുവല്ലോ, ഇങ്ങനെ പാടുണ്ടാവില്ലല്ലോ ശരീരത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തിരിച്ചു ചോദിച്ചത്? മാലി വലിദ്ദുനിയ, മാലി വലിദ്ദുനിയ, ഞാനും ഈ നശിക്കുന്ന ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ ثم راح وتركها ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു വഴിയാത്രക്കാരൻ ദീർഘദൂരം യാത്ര ചെയ്യവേ വെയിൽ വന്നപ്പോൾ ഒരു തണൽ മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കാനിരുന്നു. കുറച്ചു നേരം വിശ്രമിച്ചു, തണൽ കാഞ്ഞു, പിന്നീട് യാത്ര തുടർന്നു. ഇതുപോലെയല്ലാതെ ഞാനും ദുനിയാവും തമ്മിൽ മാലി വലി ദുനിയ എന്തു ബന്ധമാണുള്ളത്? നമുക്ക് തലയണലിങ് ഉറക്കം വരൂല, ബെഡിലിങ് ഉറക്കം വരൂല, കട്ടിലില്ലെങ്കിൽ ഉറക്കം വരൂല, വിരിപ്പില്ലെങ്കിൽ ഉറക്കം വരില്ല, ഫാനും എ സി ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. കാരണം എന്താ? നമ്മുടെ ശീലം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന് കൽപ്പിച്ച സ്ഥാനം ഇതാണ്. എത്രയോ ഉപമകൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ അതിനു വേണ്ടിയാണ് ഇവിടെ ജീവിച്ചു മരിക്കുന്നത്, ആ ദുനിയാവിനെ എത്രയോ നിസാരമാക്കി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു. ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ മാ സഖാ മിൻഹാ കാഫിറുൻ അബദ. ചില റിവായത്തുകൾ ശർബതമ, അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിനോളമെങ്കിലും
സ്ഥാനവും വലുപ്പവും മൂല്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ഒരു കാഫിറും ഒരിറക്ക് വെള്ളം പോലും കുടിക്കില്ലായിരുന്നു, അള്ളാഹു നൽകില്ലായിരുന്നു. അതുകൊണ്ട് ദുനിയാവ് ലഭിക്കുന്നതിലല്ല കാര്യം, ആ ദുനിയാവ് ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിലാണ് കാര്യം. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ ഉപമിച്ചു. ആഖിറവും ദുനിയാവും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, നീ ഒരു കടൽ തീരത്ത് പോയി നിന്റെ വിരലൊന്ന് ആഞ്ഞടിക്കുന്ന തിരമാലകളിലൊന്ന് സ്പർശിച്ച് മുക്കിയെടുത്തു നോക്കുക. ഫല്യൻദുർ ബിമാദാ യർജി, എന്താണ് നിന്റെ വിരലിൽ അവശേഷിക്കുന്നത് നീ നോക്കുക. നമ്മളെന്നും കടൽ കാണുന്നവരല്ലേ പലരും, കടൽ ആസ്വദിക്കുന്നവരാണ്. കണ്ടാൽ മതിവരാത്ത അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളായ ദൃഷ്ടാന്തങ്ങളിലെ മഹാദൃഷ്ടാന്തം കടൽ. അവിടെ പോയി നമ്മുടെ വിരലൊന്ന് മുക്കിയിട്ട് എടുത്തു നോക്കിയാൽ ഈ വിരലിൻ്റെ തുമ്പത്ത് 1 or 2 തുള്ളി വെള്ളം ഉണ്ടാവും അല്ലേ? അതാണ് ദുനിയാവ്, അതുമാത്രമാണ് ദുനിയാവ്. വറ്റാതെ പാരാവാരം പോലെ കിടക്കുന്ന ആ കടലുണ്ടല്ലോ, അതാണ് ആഖിറം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ മനോഹരമായി ഉപമിച്ചു. ദുനിയാവെന്ന് പറഞ്ഞാൽ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവിനെ ഡിഫൈൻ ചെയ്തു. ലഅബുൻ കളി, ലഹുൻ വിനോദം, ലഅബുൻ വലഹുൻ വസീനത്തുൻ അലങ്കാരം, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് വതഫാഖുറുൻ ബൈനക്കും നിങ്ങൾക്കിടയിൽ പരസ്പരം നടിക്കുന്ന ദുരഭിമാനം, സമ്പത്തിലും സന്താനങ്ങളിലും നിങ്ങൾ കാഴ്ചവെക്കുന്ന പെരുപ്പം, പൊങ്ങച്ചം. ഇതാണ് ദുനിയാവ്. ഈ 5 കാര്യങ്ങൾ: കളി, വിനോദം, അലങ്കാരം, പെരുമ, പൊങ്ങച്ചം, ദുരഭിമാനം. ഇതല്ലാത്ത എന്താണ് ദുനിയാവിലുള്ളത്? ഇതല്ലാത്ത എന്തെങ്കിലും ദുനിയാവിലുണ്ട് എന്ന് ഏതെങ്കിലും പടപ്പിന് പറയാൻ സാധിക്കുമോ? ഇതല്ലാത്ത എന്താണ് ദുനിയാവിലുള്ളത്? ഇതുമാത്രമാണ് ദുനിയാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ പഠിപ്പിച്ചു തരാണ്, ദുനിയാവിനെ നിർവചിച്ചു തരാണ്. എന്നിട്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അല്ലാഹു ദുനിയാവിനെ മനോഹരമായി ഉപമിച്ചു. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما. ഒരു മഴ പോലെ വറ്റിവരണ്ട വേനൽ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതുമഴ അനുഗ്രഹ വർഷമായി ഇറക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഉണങ്ങിക്കിടക്കുന്ന നിർജീവമായ ഭൂമിയിൽ അതാ പച്ചപ്പ് വിതറുകയായി. എവിടുന്ന് വന്നത്? ഉണങ്ങി വാടിക്കരിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹുവിന്റെ പുതുമഴ വർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പച്ചപ്പ് വിതറില്ലേ? പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ പച്ചപ്പായി. അഅജബൽ കുഫാറ നബാതു, അപ്പോൾ കാണുന്ന ചെടിയും ഹരിതാപ ഭംഗിയുമെല്ലാം കർഷകരെ സന്തോഷിപ്പിക്കും. അവർ വിചാരിക്കുമാ ഇതാണെല്ലാം. ഇതുപോലെ ഒരു പുതുമഴയത്ത് മുളച്ചു പൊന്തിയ കേവലം പച്ചപ്പ് സമാനം മാത്രമാണ് ദുനിയാവ്. പിന്നീട് അതിനെന്ത് സംഭവിക്കും? ثم يهيج فتراه مصفرا ثم يكون حطاما. ആ പച്ചക്ക് ഉണക്കം ബാധിക്കും, അത് പിന്നീട് മഞ്ഞ നിറമാകും. അത് ഉണങ്ങി നുരുമ്പായി മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയത് മണ്ണിനോട് തന്നെ ലയിച്ചില്ലാതായിത്തീരും. ഇതാണ് ദുനിയാവ്. കേവലം പുതുമഴയത്ത് മുളച്ചു പൊന്തിയ പച്ചപ്പ് മാത്രമാണ് ദുനിയാവ്. ഉണങ്ങേണ്ടുന്ന, വാടിക്കരിയേണ്ടുന്ന, നശിക്കേണ്ടുന്ന, നുറുമ്പായി നാമാവശേഷമാകുന്ന കേവലം നൈമിഷികമായ പച്ചപ്പ് മാത്രമാണ് ദുനിയാവ്. കമസലി ഗൈസിൻ, മഴയെ ഉപമിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതാണ് ദുനിയാവ്. ഈ ദുനിയാവിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ ഒഴിഞ്ഞു വെക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര വിഡ്ഢിയാണ്. വഫിൽ ആഖിറതി അദാബുൻ ശദീദ് വമഗ്ഫിറത്തും മിനല്ലാഹ്. ഈ ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിച്ചവർക്ക് ആഖിറത്തിൽ കഠിനമായ ശിക്ഷയാണ്. ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി ജീവിച്ചു മരിച്ചവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും മഗ്ഫിറത്തുമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം സൂറത്തുൽ ഹദീദിന്റെ 20-ാമത്തെ ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അവസാനം അല്ലാഹു വീണ്ടും പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ലോക ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പുതുമഴയത്ത് മുളച്ചു പൊന്തിയ പച്ചപ്പ് പോലെ നിങ്ങളെ വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. സഹോദരങ്ങളെ, ഈ ദുനിയാവിന്റെ നിസാരത ബോധ്യപ്പെടുകയും ആഖിറത്തെ പരമപ്രധാനമായ ലക്ഷ്യമാക്കി സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിച്ച സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും യാഥാർത്ഥ്യം അവിടുത്തെ റസൂലിലൂടെ നമ്മെ അറിയിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാനത്തി ദുനിയ ഹമ്മഹു ഫുർരിക അലൈഹി അംറുഹു വജുഇല ഫഖ്റുഹു ബൈന ഐനൈഹി വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹ്. ആരാണോ ദുനിയാവിനെ പരമപ്രധാനമായ ലക്ഷ്യമാക്കിയത്, ദുനിയാവിൽ എന്തിനാണ് അവൻ ജീവിക്കുന്നത്? പൈസ ഉണ്ടാക്കാൻ. ദുനിയാവിൽ എന്തിനാണ് അവൻ ജീവിക്കുന്നത്? വലിയ ജോലി നേടാൻ. ദുനിയാവിൽ എന്തിനാണ് അവൻ ജീവിക്കുന്നത്? കൊട്ടാര സമാനമായ വീട് പണിയാൻ. ദുനിയാവിൽ എന്തിനവൻ ജീവിക്കുന്നു? തനിക്കും തൻ്റെ കുടുംബത്തിനും ശേഷം വരുന്ന തലമുറകൾക്കെല്ലാം കോടിക്കണക്കിന് ആസ്തി സ്വരുക്കൂട്ടാൻ, അനന്തര സ്വത്ത് കൂമ്പാരം കൂട്ടാൻ. ഇങ്ങനെ ദുനിയാവാണ് അവന്റെ പരമപ്രധാന ലക്ഷ്യം. തിന്നാൻ, കുടിക്കാൻ, സുഖിക്കാൻ, ദുനിയാവിന്റെ സുഖങ്ങൾ ആസ്വദിക്കാൻ, ഇതാണ് അവന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതിനപ്പുറത്തൊരു ലക്ഷ്യമില്ല. ഇങ്ങനെ ആരെങ്കിലും ദുനിയാവിനെ ലക്ഷ്യമാക്കി സ്ഥാപിച്ചാൽ ഫുർരിഖ അലൈഹി അംറു, അള്ളാഹു പറയുന്നു അവന്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമാക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വജുഇല ഫഖ്റുഹു ബൈന ഐനൈഹി, അവൻ വലിയ ബില്യണയറും മില്യണയറൊക്കെ ആയിരിക്കും, കോടിപതിയായിരിക്കും, ലക്ഷപ്രഭുവായിരിക്കും. പക്ഷെ അള്ളാഹു അവന്റെ കണ്ണിന്റെ മുമ്പിൽ ദാരിദ്ര്യത്തെ സ്ഥാപിച്ചു കൊടുക്കും. അതുകൊണ്ട് അവൻ മരിക്കുവോളം അവന് വിശ്രമം ഉണ്ടാവില്ല. എത്ര ഉണ്ടാക്കിയാലും അവന് മതിയാവില്ല. എത്ര സമ്പാദിച്ചാലും അവന്റെ പള്ള നിറയുകയില്ല. അവന്റെ കൺമുമ്പിൽ അള്ളാഹു ദാരിദ്ര്യത്തെ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ഈ കെട്ടിപ്പടുക്കിയതെല്ലാം എപ്പോ പോകും എന്ന ആശങ്കയിൽ മരിക്കുവോളം ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിച്ചൊടുങ്ങും അവൻ. അള്ളാഹുവിന്റെ കൺമുൻപിൽ ദാരിദ്ര്യത്തെ സ്ഥാപിക്കും. എന്നിട്ടോ ഇങ്ങനെ ദുനിയാവിനോട് മല്ലിട്ട് ദുനിയാവിന് വേണ്ടി ജീവിച്ചു ദുനിയാവിന് വേണ്ടി മരിച്ചിട്ട് എന്താണ് അവന് ദുനിയാവിൽ നിന്ന് കിട്ടുക? എന്താ കിട്ടുക? ഇല്ലാ മാ കുതിബ ലഹ് വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹ്. അള്ളാഹു അവൻ നേടും, സമ്പാദിക്കും, തിന്നും, ഒടുക്കും എന്നു പറഞ്ഞതിനപ്പുറത്ത് ഒരു ഉറുപ്പ്യ അധികം അവന് നേടാൻ പറ്റുമോ? അള്ള രേഖപ്പെടുത്തിയതല്ലാതെ ഒരു ചില്ലിക്കാശ് അവന് സമ്പാദിക്കാൻ പറ്റുമോ? കൂടുതൽ പറ്റൂല. ഇങ്ങനെയെല്ലാം തലകുത്തി മറിഞ്ഞ് ദുനിയാവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് എന്താണ് അവന് കൂടുതൽ ലഭിക്കുക? എന്തെങ്കിലും കൂടുതൽ ലഭിക്കുമോ? അള്ള എഴുതി വെച്ചതിനപ്പുറത്ത് കിട്ടൂല. എന്നാൽ അതിന്റെ നേരെ എതിർവശം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വമൻ കാനത്തിൽ ആഖിറതു നിയ്യതഹു, ഒരാൾ ദുനിയാവിൽ ആഖിറത്തെ പരമപ്രധാനമായ ലക്ഷ്യമാക്കി സ്ഥാപിച്ചു ജീവിച്ചു. ദുനിയാവിൽ അവൻ ജീവിക്കുന്നു എന്തിനു വേണ്ടി? ആഖിറത്തിലേക്കുള്ള സഞ്ചാരപാത സ്വീകരിച്ചുകൊണ്ട്. ദുനിയാവിൽ അവൻ സമ്പാദിക്കുന്നു, ജോലി നേടുന്നു, വീടുണ്ടാക്കുന്നു, മക്കളെ പോറ്റുന്നു, കുടുംബത്തെ പരിപാലിക്കുന്നു. എന്തിനു വേണ്ടി? എനിക്ക് ആഖിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ സഹായകമായി. എന്തിനു വിവാഹം കഴിക്കുന്നു? എന്റെ ഈമാൻ പൂർത്തിയാകാൻ. എന്തിനു മക്കൾ ഉണ്ടാകുന്നു? എനിക്ക് സ്വാലിഹായ മക്കൾ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ പരലോകത്തേക്ക് ഉപകാരപ്പെടാൻ. ഇങ്ങനെ ദുനിയാവിൽ എന്ത് നേട്ടം ലഭിക്കുന്നു അതെല്ലാം പരലോകത്തിന് വേണ്ടി അവൻ ലക്ഷ്യമാക്കി, മാർഗമാക്കി സ്വീകരിച്ച് പരലോകത്തെ പരമപ്രധാനമായ തേട്ടമാക്കി അവൻ മാറ്റിയാൽ അള്ളാഹു പറയാണ്, ജമഅ അല്ലാഹു ലഹു അംറഹു, അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വരുക്കൂട്ടി കൊടുക്കും. അവന്റെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ ബറക്കത്തുണ്ടാക്കും. അവനിങ്ങനെ ഇവിടുത്തെ കോടിപതികളും ലക്ഷപ്രഭുക്കളും ഉറക്കമില്ലാതെ, വിശ്രമമില്ലാതെ ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നത് പോലെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങളൊക്കെ സമാഹരിച്ചു കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ സമ്പത്ത്, അവന്റെ ധന്യത അവന്റെ ഖൽബിനകത്ത് അള്ളാഹു സ്ഥാപിക്കും. മറ്റവന്റെ കണ്ണിന്റെ മുമ്പിൽ ദാരിദ്ര്യമാണ്. ഖൽബിനകത്ത് അവന് യാതൊരു സമ്പത്തുമില്ല, കയ്യിൽ സമ്പത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവന്റെ ഖൽബിൽ സമ്പന്നതയും ധന്യതയും നിറക്കും. എന്ന് പറഞ്ഞാൽ അള്ള എന്താണോ കൊടുത്തത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ബറക്കത്തോടെ അവൻ ജീവിക്കും. അത്ഭുതകരമായി അവൻ ജീവിക്കും അള്ളാഹുവിന്റെ സഹായം കൊണ്ട്. മറ്റവൻ ദുനിയാവിന്റെ പിന്നാലെയോടി ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിച്ചു നശിച്ചുവെങ്കിൽ ഇവൻ ദുനിയാവിന്റെ പിന്നാലെ പായത് അവനെ തേടി വരുന്നാണ്. ദുനിയാവ് അവന്റെ പിന്നാലെ വരുമെന്നാണ്. ദുനിയാവിന്റെ പിന്നാലെ അവൻ പായേണ്ടി വരില്ല എന്നാണ്.
സഹോദരങ്ങളെ, എന്തൊരു അത്ഭുതമാണിത്! നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. സത്യം മാത്രം പറയുന്ന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമാണിത്. ഇതിലെത്രത്തോളം നമുക്ക് ഉറപ്പോടുകൂടി പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരാണോ, അത്രത്തോളം അത്ഭുതം ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് അള്ളാഹു ഇറക്കിത്തരും. ദുനിയാവ് തേടാതെ ദുനിയാവ് നമ്മെ തേടി വരും. എന്താ കാരണം? ആഖിറത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോടും ചോദിക്കുക, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പരമപ്രധാനമായ തേട്ടം ദുനിയാവിലെ എന്തു നേട്ടങ്ങൾക്കും പിന്നിലുള്ള നമ്മുടെ ആത്യന്തികമായ ചിന്ത പരലോകവും ആഖിറവും സ്വർഗവുമാണോ? അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് അനുകൂലമാകും. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 18ാമത്തെ കാര്യം തദബ്ബുറുൽ ഖുർആൻ. റമളാനിൽ ഈ വിഷയം നമ്മൾ വിശദമായി സംസാരിച്ചതാണ്. ഖുർആനിന്റെ അർത്ഥമറിഞ്ഞ് ചിന്തിച്ചുകൊണ്ടുള്ള പാരായണം. ഫതദബ്ബരിൽ ഖുർആന ഇൻ റുംതൽ ഹുദാ ഫൽഇൽമു തഹ്ത തദബ്ബുരിൽ ഖുർആനി. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ, നീ സന്മാർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖുർആൻ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. കാരണം അറിവ്, വിജ്ഞാനം നിലകൊള്ളുന്നത് ഖുർആനിൻ്റെ അർത്ഥമറിഞ്ഞ് അതുൾക്കൊണ്ട് പാരായണം ചെയ്യുന്നതിലാണ് അറിവ് നിലനിൽക്കുന്നത്, ഇൽമുണ്ടാകുന്നത് എന്ന് മുൻഗാമികൾ പറഞ്ഞു. ഖുർആൻ അതിൻ്റെ ഹഖുത്തിലാവ, വായിക്കേണ്ടതുപോലെയുള്ളതിൻ്റെ വായന, പാരായണം എന്ന് പറഞ്ഞാൽ അർത്ഥമറിഞ്ഞ് വായിക്കലാണ്. അത് നന്നായി ഓതാൻ പഠിക്കുന്നതിനപ്പുറത്ത്, സാധിക്കുന്നിടത്തോളം ഹിഫ്ലാക്കാൻ സാധിക്കുക എന്നതിനപ്പുറത്ത്, അതിൻ്റെ അർത്ഥവും ആശയം ഗ്രഹിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുക എന്നതിനപ്പുറത്ത് അതനുസരിച്ച് അമൽ ചെയ്യുക. ഇതാണ് ഖുർആനിൻ്റെ പാരായണ മുറ. ഇങ്ങനെ ഖുർആൻ ഉറ്റാലോചിച്ചുകൊണ്ട് നീ പാരായണം ചെയ്യുക. മുൻഗാമികൾ ചിലർ പറഞ്ഞു, തദബ്ബുറുൽ ഖുർആനി കഫീലുൻ ലിസ്വാഹിബിഹി ബികുല്ലി ഖൈരിൻ. ഖുർആൻ ചിന്തിച്ചതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് ഓതുന്ന ഒരാൾ, അവന് എല്ലാ നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. എല്ലാ നന്മകളും അവന് സ്പോൺസേഡായി അള്ളാഹുവിന് കഫീൽ എന്നാണ് പറഞ്ഞത്. എല്ലാ നന്മകൾക്കും അവനൊരു സ്പോൺസർ ഉണ്ടാവും. ആരാണ് സ്പോൺസർ? തദബ്ബുറുൽ ഖുർആൻ. ഖുർആൻ ഉറ്റാലോചിച്ച് പാരായണം ചെയ്യലാണ്. വഅമ്മൽ ഹദ്റമതു വൽ അജലതു ഫതഅ്സീറുഹാ ഫിൽ ഖൽബി ദഈഫ്. എന്നാൽ ഖുർആൻ ഇങ്ങനെ അർത്ഥമൊന്നും ഗ്രഹിക്കാതെ, അതിൻ്റെ ആശയമൊന്നും മനസ്സിലാക്കാതെ, മാന അറിയാതെ തിടുക്കത്തിൽ വേഗതയിൽ ഓതി തീർക്കുക എന്നുള്ളത്, അത് ഹൃദയത്തിൽ അതിൻ്റെ സ്വാധീനം വളരെ ദുർബലമായിരിക്കും. ഉറപ്പല്ലേ? ഖുർആൻ അർത്ഥം അറിയാതെ ഇങ്ങനെ നമ്മൾ പാരായണം ചെയ്യുന്നു, 100ഉം 10ഉം കണക്കിന് നമ്മളിങ്ങനെ പാരായണം ചെയ്യുന്നു. അർത്ഥമറിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യുന്നു. ഏതിനാണ് നമ്മൾ കൽബിൽ സ്വാധീനം ഉണ്ടാവുക? ഏതിനാണ്? അതാണ് യാഥാർത്ഥ്യം. മഹാനായ അൽ മുഫസ്സിർ, തഫ്സീർ സഅദിയുടെ രചയിതാവായ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, തദബ്ബുറുൽ ഖുർആൻ യദ്ഉ ഇലാ കുല്ലി ഖൈരിൻ വയഅസിമു മിൻ കുല്ലി ശർരിൻ. ഖുർആൻ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത് എല്ലാ നന്മയിലേക്കും നിന്നെ നയിക്കുന്നതാണ്, എല്ലാ തിന്മകളിൽ നിന്നും നിന്നെ സുരക്ഷിതനാക്കുന്നതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മൻ തദബ്ബറൽ ഖുർആന ത്വാലിബൽ ഹുദാ മൻ തദബ്ബറൽ ഖുർആന ത്വാലിബനിൽ ഹുദാ മിൻഹു തബയ്യന ലഹു ത്വരീഖുൽ ഹഖ്. സന്മാർഗം തേടിക്കൊണ്ട് ഹക്ക് മനസ്സിലാകണമെന്ന ഉദ്ദേശത്താൽ ഒരാൾ ഖുർആൻ അതിൻ്റെ അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഹക്കിൻ്റെ മാർഗം ഖുർആനിലൂടെ അറിയിച്ചു കൊടുക്കും, വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾ എത്രയോ മുസ്ലിമീങ്ങളായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹോദരങ്ങളുമായി സംസാരിച്ചു നോക്കിയാൽ എനിക്ക് പേഴ്സണലി വ്യക്തിഗതമായ അനുഭവമുണ്ട്. പല ആളുകളും, എനിക്കറിയാവുന്ന ഒന്നിലേറെ ആളുകൾ, 2ൽ കൂടുതൽ ആളുകൾ, അവർ ഇസ്ലാം സ്വീകരണത്തിന് സബബായി, കാരണമായി നമ്മളോട് പങ്കുവച്ചത് ഖുർആൻ വായിച്ചു, ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ ഖുർആൻ വായിച്ചു, അതിൻ്റെ പരിഭാഷ കിട്ടിയപ്പോൾ അതൊന്ന് വായിച്ചു നോക്കി. ഒരാൾ പറഞ്ഞു, സൂറത്തുൽ ബഖറ മുതൽ തുടങ്ങി. അദ്ദേഹം ഒരു നസ്രാനി വിശ്വാസക്കാരനായിരുന്നു. സൂറത്തുൽ ബഖറ തുടങ്ങി സൂറത്തു മറിയമിലെത്തിയപ്പോൾ
അവരാരാധിച്ചിരുന്ന മറിയം ബീവി, ആ മറിയം ബീവിക്ക്, അവരുടെ ആരാധനാ പാത്രമായിരുന്ന മറിയം ബീവിക്ക് ഇസ്ലാം നൽകിയ സ്ഥാനത്തേക്കാൾ മഹത്തായ ഒരു സ്ഥാനം അവരുടെ മതത്തിലുള്ള ഒരു ദീനിലുള്ള എന്ന് മനസ്സിലാക്കും. മറിയം, സൂറത്ത് മറിയം എത്തിയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. സത്യം മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു ഖുർആൻ അർത്ഥമറിഞ്ഞ് വായിച്ചപ്പോൾ അള്ളാഹു സത്യം തുറന്നു കൊടുത്തു എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളോട് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. പക്ഷെ എന്നോ ജനിക്കുമ്പോൾ മുതലേ ഖുർആൻ വായിക്കുന്ന, അല്ലെങ്കിൽ ഖുർആനിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന നമുക്കിന്ന് വരെ ആ സത്യം മനസ്സിലാവാറില്ല, നമുക്കത് ഹൃദയത്തിൽ സ്വാധീനിക്കാറില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആനുമായി ഇങ്ങനെ ബന്ധം സ്ഥാപിക്കുന്ന ആളുകളുടെ ജീവിതങ്ങളൊന്ന് പരിശോധിച്ചു. അവരുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ ശുദ്ധമായിരിക്കും. അവരുടെ ജീവിതത്തിലുള്ള നന്മകൾ, അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള സൂക്ഷ്മത, ഇത് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ഖുർആൻ വെറുതെ ഓതി തീർക്കുന്നവരും ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വേറെ തന്നെ തിരിയും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഖിറാഅത്തുൽ ഖുർആനി അലൽ വജ്ഹിൽ മഅ്മൂരി ബിഹി തൂരിസുൽ ഖൽബൽ ഈമാനൽ അളീമ വതസീദുഹു യഖീനൻ വതുമഅനീനതൻ വശിഫാഅൻ. ഖുർആൻ ഓതേണ്ടതുപോലെ ഓതിക്കഴിഞ്ഞാൽ, ഖുർആൻ എങ്ങനെയാണ് അള്ളാഹു ഓതാൻ കൽപ്പിച്ചത്? നേരത്തെ പറഞ്ഞ ഹഖുത്തിലാവ, വെറുതെ ഓതി തീർക്കലല്ല, ബറക്കത്തെടുക്കാൻ ഓതലല്ല. അങ്ങനെ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ തൂരിസുൽ ഖൽബൽ ഈമാനൽ അളീം, അവന്റെ കൽബിൽ ശക്തമായ ഈമാൻ അതുണ്ടാക്കും. വതസീദുഹു യഖീനൻ, അല്ലാഹുവിലും അവന്റെ റസൂലിലും ദീനിലുമുള്ള യഖീൻ, ഉറപ്പവന് വർദ്ധിക്കും. വതുമഅനീനതൻ വശിഫാഅൻ, അവന് മനസ്സിൽ സമാധാനവും അവന്റെ പ്രയാസങ്ങൾക്കത് ശമനവുമായി തീരും. എന്തുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ, നമുക്ക് ഈമാൻ കുറയുമ്പോൾ, നമുക്ക് യഖീൻ കുറയുമ്പോൾ ഖുർആൻ എടുത്ത് ഓതിക്കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ഖുർആൻ ചിന്തിച്ചോതുന്നില്ല, അർത്ഥമറിഞ്ഞ് ഓതുന്നില്ല എന്നതാണ്. ഖുർആൻ ഓതുമ്പോൾ ഈമാനും യഖീനും സമാധാനവും മനസ്സിലെ പ്രയാസങ്ങൾക്ക് ശമനമൊക്കെ ഉണ്ടാവണമെങ്കിൽ അത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യണമെന്നതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ആത്മവിചാരണയുടെ ഭാഗമായി പറയാറുണ്ടായിരുന്നു എന്നാണ്, നദിംതു അലാ തദീഇ അക്സരി ഔഖാതി ഫീ ഗൈരി മആനിൽ ഖുർആൻ. ഖുർആനിന്റെ ആശയപ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് എൻ്റെ സമയം അധികവും ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തിയതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം ആരാണ്? വലിയ ഇമാമാണ്. സലഫുകൾ, ഉത്തമ തലമുറക്ക് ശേഷം ഈ ഉമ്മത്ത് കണ്ട മഹാപണ്ഡിതനാണ്. ശൈഖുൽ ഇസ്ലാം എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട ഇസ്ലാമിക വിജ്ഞാന കോശമാണ് അദ്ദേഹം. അദ്ദേഹമാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ മജ്മു ഫതാവ തന്നെ അതിനൊരു ഉദാഹരണമാണ്. അതിലില്ലാത്ത ഫന്നില്ല, അതിൽ ചർച്ച ചെയ്യാത്ത ഇസ്ലാമിക വിജ്ഞാനീയങ്ങളില്ല. വോള്യക്കണക്കിന് പതിപ്പുകൾ, അതല്ലെങ്കിൽ കിതാബുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥശാലകൾ നിറയാൻ മാത്രം കനപ്പെട്ട അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എമ്പാടുമുണ്ട്. ആ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹമാണ് പറയുന്നത്, ഖുർആന്റെ മാന, അതിന്റെ തഫ്സീർ, അതിന്റെ വിശദാംശങ്ങൾ, അതിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പല കക്ഷികൾക്കും പല വ്യതിയാന വിഭാഗങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയും മൻഹജും അദ്ദേഹം സുസ്ഥാപിതമായി സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആൻ, അതിന്റെ മാന, അതിന്റെ തഫ്സീർ, അതിന്റെ ആശയങ്ങൾ, അതിൽ കൂടുതൽ പഠനവും മനനവും ഗമനവുമായി സമയം ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചില്ല മറ്റു വിജ്ഞാനങ്ങളെ അപേക്ഷിച്ച്. അതിന്റെ പേരിൽ ഞാൻ ഖേദിക്കുന്നു. ആ നഷ്ടബോധം അദ്ദേഹം പങ്കുവച്ചതായി കാണാം. അതിനർത്ഥം നമ്മളെപ്പോലെ അദ്ദേഹം ഖുർആൻ പാഴാക്കി എന്നല്ല, സലഫുകളുടെ വിനയമാണത്. തദബ്ബർ കിതാബല്ലാഹി ഇൻദ തഹജ്ജുജിൻ വലാ സിയമാ വന്നാസു ഫീ നൗമിഹിം സക്റാ. നീ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യുമ്പോൾ അത് വെറുതെ ഓതി തീർക്കലല്ല നിന്റെ ലക്ഷ്യം. നീ അത് വെറുതെ അതിന്റെ ലഫ്ലുകൾ ഉച്ചരിച്ചുകൊണ്ട് അർത്ഥമറിയാതെ അത് പാരായണം ചെയ്യരുത്. അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. പ്രത്യേകിച്ച് എപ്പോൾ വലാ സിയമാ വന്നാസു ഫീ നൗമിഹിം സക്റാ, ജനങ്ങൾ അവരുടെ ഉറക്കത്തിൽ ആണ്ട് ലഹരി ബാധിച്ചു കിടക്കുമ്പോൾ, ആരുമില്ലാത്ത വേളയിൽ തഹജ്ജുദിന്റെ സമയത്ത് നീ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്ത് രാത്രിയെ സജീവമാക്കുക.
യുലാഖീക മിൻ മൗലാക അക്ബർ വാഇലിൻ അലാ ഖൽബികൽ മുസ്താഖി അൻവാറുഹു തുത്ര. എങ്കിൽ നിന്റെ രക്ഷാധികാരിയായ, നിന്റെ റബ്ബായ, ഖാലിക്കായ, മാലിക്കായ, മുദബ്ബിറായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന്റെ കലാമാണത്. അത് നീ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്താൽ നിന്നെ ഉപദേശിക്കുന്ന മഹാനായ റബ്ബിന്റെ സാരോപദേശങ്ങൾ നിന്റെ ഹൃദയത്തിൽ തട്ടിക്കളിക്കും, നിന്റെ ഹൃദയത്തെ പിടിച്ചുകുലുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്മാർഗ പ്രകാശം നിന്റെ ഹൃദയത്തിൽ പരക്കും. ഇത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. എപ്പോ? ഖുർആൻ അതർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുകയാണ്. ഇങ്ങനെ ഖുർആൻ തദബ്ബുർ ചെയ്ത് ഉറ്റാലോചിച്ചുകൊണ്ട് അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. എത്ര നമ്മൾ പറഞ്ഞു? 18 അത്തഖറുബു ഇലല്ലാഹി ബിന്നവാഫിൽ. 19 അത്തഖറുബു ഇലല്ലാഹി ബിന്നവാഫിൽ. ഐച്ഛികമായ നന്മകൾ കൊണ്ട്, സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക. നവാഫിൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇബാദത്തിലുമുള്ള ഐച്ഛികമായ വർധനവ്, അതിനാണ് നവാഫിൽ എന്ന് പറയുന്നത്. ഇപ്പം നിസ്കാരമാണെങ്കിൽ ഫർള് നിസ്കാരങ്ങൾക്ക് പുറമെയുള്ള സുന്നത്ത് നിസ്കാരമൊക്കെ നിസ്കാരത്തിൻ്റെ രംഗത്തെ നവാഫിലാണ്. സ്വതക്കയാണെങ്കിൽ സക്കാത്താണ് നിർബന്ധമായ സ്വതക്ക, അതിനു പുറമെ നമ്മൾ കൊടുക്കുന്ന സ്വതക്കയൊക്കെ സ്വതക്കയുടെ രംഗത്തെ നവാഫിലാണ്. നോമ്പാണെങ്കിൽ റമദാനിലെ നോമ്പാണ് നിർബന്ധമായ നോമ്പ്, അതിനു പുറമെയുള്ള ഐച്ഛികമായ സുന്നത്ത് നോമ്പുകളൊക്കെ നവാഫിലുകളാണ്. ഇങ്ങനെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സ്വതക്കയാകട്ടെ, എത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ഐച്ഛികമായി അത്രത്തോളം വർദ്ധിപ്പിക്കുക. ഹജ്ജ് ഒരു ഹജ്ജാണ് നിർബന്ധമുള്ളൂ, ആയുസ്സിലൊരു ഹജ്ജാണ് നിർബന്ധമുള്ളൂ, അതിനപ്പുറത്തുള്ള ഹജ്ജൊക്കെ നവാഫിലാണ്. ഉംറയും അങ്ങനെ തന്നെയാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഒരു ഉംറയാണ് വാജിബായിട്ടുള്ളത്. ഇങ്ങനെ ഐച്ഛികമായ നവാഫിലുകൾ, ഏത് വിഭാഗം ഇബാദത്തുകളും അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിൽ പറയുന്നു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് അവൻ്റെ അടിമ ഫർളായ കാര്യങ്ങൾ കൊണ്ട് അവനിലേക്ക് അടുക്കലാണ്. ശേഷം അല്ലാഹു പറഞ്ഞു, അങ്ങനെ ഫർളായ ഇബാദത്തുകൾക്ക് പുറമെ, അത് നിർബന്ധമാണ്, ഐച്ഛികമായ നവാഫിലുകൾ കൊണ്ട് ഒരടിമ എന്നോട് അടുത്തുകൊണ്ടേയിരുന്നാൽ ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ അങ്ങോട്ട് ഇഷ്ടപ്പെടും. അല്ലാഹു പറയാണ്, എൻ്റെ അടിമയെ ഞാൻ ഇഷ്ടപ്പെടുന്നവനായിത്തീരും. ഫഇദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബി വബസറഹു അല്ലദീ യുബ്സിറു ബി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അവൻ കാണുന്നത് ഞാൻ കാണാൻ പറഞ്ഞതായിരിക്കും, അവൻ കേൾക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമായിരിക്കും, അവൻ്റെ പിടുത്തം എൻ്റെ തൃപ്തിയിലായിരിക്കും, അവൻ്റെ കാലുകളുടെ സഞ്ചാരം എനിക്കിഷ്ടമുള്ള മാർഗത്തിലായിരിക്കും. വഇൻ സഅലനീ ഉതീതുഹു അഗ്തൈതുഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു, അവൻ എന്നോട് രക്ഷ ചോദിച്ചാൽ ഞാൻ അവന് രക്ഷ നൽകുക തന്നെ ചെയ്യും. ചോദിച്ചാൽ ഉടനടി മറുപടി കിട്ടും, ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. കാഴ്ചയും കേൾവിയും നടത്തവും ഇരുത്തവും സഞ്ചാരവുമെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിയിലും പ്രീതിയിലും മാത്രമായിരിക്കും. ആർക്കാണ് ഇത് ലഭിക്കുക? ഇത് അള്ളാഹിന്റെ തൗഫീഖാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവർക്ക് ഇത് സാധിക്കുള്ളൂ. ആ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മന്ത്രം എന്താണ്? ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഫർള് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മതിയെന്നാണ്, അതുകൊണ്ട് കഴിച്ചിലാവുന്നതാണ്, അത്രയൊക്കെ മതി, ഓവറൊന്നും ആക്കണ്ട എന്നാണ് നമ്മളിൽ പലരെയും ചിന്ത. സഹോദരങ്ങളെ, പരമാവധി സുന്നത്തായ അമലുകൾ, ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചാൽ നമുക്കുള്ള നേട്ടം ഇതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ഒരാൾക്ക് ലഭിച്ചാൽ പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ അള്ളാഹു അവന് വിടുള്ളൂ. അള്ളാഹു അവന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവന് തോന്നിപ്പിക്കും. അതാണ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ. വലാ ശക്ക അന്ന മൻ അഹബ്ബഹുല്ലാഹ് സഹല ലഹു സുബുല തൗഫീഖ് ലിമർളാതി. അപ്പോൾ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ സംശയിക്കരുത്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ഐച്ഛികമായ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുലേക്ക് അടുത്തവൻ, അള്ളാഹു അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക്
പ്രവർത്തിക്കാൻ അള്ളാഹു അവന് തൗഫീഖിന്റെ മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ഒരാൾക്ക് ലഭിച്ചാൽ ആ ഇഷ്ടം ലഭിക്കുന്ന ആളെ പിന്നെ അള്ളാഹ് ശിക്ഷിക്കോ? അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ശിക്ഷിക്കൂല. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് വഴി പറഞ്ഞു. എന്താണ്? ഐച്ഛികമായ സുന്നത്തായ ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് കടക്കുക. അപ്പൊ അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ പകരം വെക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇതല്ലാതെ ഫർദിന് പുറമേ ഐച്ഛികമായ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ്. ഇതിന് തെളിവുണ്ടോ? നിങ്ങൾ പറഞ്ഞ പോലല്ല, നമുക്ക് തെളിവ് കേൾക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉലമാക്കളിൽ ചിലരോട് അള്ളാഹുവിന്റെ ശിക്ഷ അത് ലഭിക്കാത്ത ആളുകൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവരെ അള്ളാഹു ശിക്ഷിക്കൂല. അള്ളാഹുവിന്റെ ശിക്ഷ അതിൽ നിന്ന് അവൻ അകറ്റി നിർത്തുക, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക, അള്ളാഹുവിലേക്ക് ഐച്ഛികമായ ഫർദിന് പുറമെ ഐച്ഛികമായ ഇബാദത്തുകൾ കൊണ്ട് അടുക്കുന്നവരാണ് എന്ന ഹദീസിലൂടെ നമ്മൾ പറഞ്ഞ ഈ തത്വം സ്ഥാപിക്കുന്ന ഖുർആനിലെ മഹത്തായ ഒരു ആയത്തുണ്ട്. സൂറത്തുൽ മാഇദയിലെ 18-ാമത്തെ ആയത്ത്. അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നതിനുള്ള തെളിവാണിത്. യഹൂദികൾ പറഞ്ഞു, വഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ. യഹൂദികളുടെ അവകാശവാദമായിരുന്നു അത്, നസാറാക്കളുടെയും. യഹൂദ നസാറാക്കൾ പറഞ്ഞു, ഞങ്ങളാണ് അള്ളാന്റെ മക്കളും അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട ആളുകളും, അതുകൊണ്ട് അള്ളാഹ് ഞങ്ങളെ ശിക്ഷിക്കില്ല, ഞങ്ങൾ നരകത്തിൽ പോകുന്ന പ്രശ്നമില്ല, ഞങ്ങളാണ് സ്വർഗം റിസർവ് ചെയ്ത ആളുകൾ എന്ന് ജൂത നസാറാക്കൾ അക്കാലത്ത് പറയുമായിരുന്നു. കാരണം എന്തുകൊണ്ട് ഞങ്ങൾ നരകത്തിൽ പോകില്ല? എന്തുകൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല? അള്ളാഹുവിന്റെ മുർസലീങ്ങളെ അവർ ധിക്കരിച്ചപ്പോൾ അവർ അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട് താക്കീത് അവർ പരിഹസിച്ചു പറഞ്ഞതാണ്, ഞങ്ങൾ അള്ളാഹു ശിക്ഷിക്കുകയായി, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല, ഞങ്ങൾ നരകത്തിൽ പോകുകയില്ല. കാരണം നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങൾ അള്ളാന്റെ മക്കളും അഹിബ്ബാഉ, അള്ളാന്റെ ഇഷ്ടക്കാരാണ്, ഞങ്ങൾ എങ്ങനെ ശിക്ഷിക്കപ്പെടാൻ? അള്ളാഹു മറുപടി പറഞ്ഞു, ഖുൽ ഫലിമ യുഅദ്ദിബുക്കും ബിദുനൂബിക്കും. എങ്കിൽ പറയുക നബി, അവരോട് ചോദിക്കുക, പിന്നെന്തിനാണ് നിങ്ങളുടെ തിന്മകൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിച്ചത്? പിന്നെന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ചരിത്രത്തിൽ നിങ്ങളുടെ തിന്മകൾ കൊണ്ട് ശിക്ഷിക്കപ്പെട്ടത്? യഹൂദ നസാറാക്കളുടെ ചരിത്രം പരിശോധിക്കപ്പെടുമ്പോൾ, അംബിയാ മുർസലീങ്ങൾ അവർ ദഅവത്ത് ചെയ്ത സമൂഹത്തിലെ ധിക്കാരികളുടെ കുഫാറുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരെ മുച്ചൂടും അള്ളാഹു നശിപ്പിച്ചത് എന്തുകൊണ്ടായിരുന്നു? അള്ളാഹ് ഇഷ്ടപ്പെട്ടവരായതുകൊണ്ടാണ്. അപ്പൊ ഈ ആയത്തിൽ ഒരു രഹസ്യം അടങ്ങിയിട്ടുണ്ട് എന്ന് മുഫസ്സിരിങ്ങൾ. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അവൻ ശിക്ഷിക്കൂല. സാക്ഷാൽ യഹൂദ നസാറാക്കൾ അവർ അവകാശപ്പെട്ട പോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായിരുന്നു അവരെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടില്ലായിരുന്നു. അവർ ശിക്ഷിക്കപ്പെട്ടു. കാരണം അവർ അള്ളാഹ്ക്ക് പ്രിയങ്കരായിരുന്നില്ല, അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ നിന്ന് അന്യരായിരുന്നു. അതുകൊണ്ടാണ് അവരെ കുറിച്ച് മഗ്ദൂബ് അലൈഹിം എന്ന് പറഞ്ഞത്. അള്ളാഹു കോപിച്ചവരാണ് അവർ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇതാണ് 18-ാമത്തെ കാര്യം. അത്തഖറുബു 19-ാമത്തെ കാര്യം അത്തഖറുബു ഇലല്ലാഹി ബിൻ നവാഫിൽ, ഐച്ഛികമായ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക. 20-ാമത്തെ കാര്യം ഇഗ്തിനാമുൽ ബുകൂർ, പകലിന്റെ ആദ്യ സമയം ഉപയോഗപ്പെടുത്തുക. പകലിന്റെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ഏതാ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയം, ളുഹാ വരെയുള്ള സമയം, ഖൈലൂലയുടെ സമയം വരെയുള്ള ആ പകലിന്റെ പീക്ക് ടൈം. ഫജ്റിന് ശേഷമുള്ള സമയം നമ്മൾ എന്താ ചെയ്യല? അധികം കിടന്നുറങ്ങാം. ആ സമയം ഇഷ്റാഖിന് ശേഷമുള്ള, ഫജ്റിന് ശേഷമുള്ള സമയം, ഈ സമയം ഉപയോഗപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. റസൂലുള്ള തന്റെ ഉമ്മത്തിന് ആ സമയത്തിൽ ബറക്കത്ത് ചെയ്യണമെന്ന് പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് പകലിന്റെ ആദ്യ സമയത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയ്ക്ക് അർഹമായ സമയമാണിത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത. തഹില്ലുൽ ബറകതു ഫിൽ അർസാഖ്,
അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിൽ ബറക്കത്ത് ചെയ്യുന്ന സമയമാണിത്. വൽ അഅ്മാർ, ആയുസിൽ ബറക്കത്ത് ചെയ്യേണ്ട ബറക്കത്ത് ചെയ്യുന്ന സമയമാണിത്. വൽ അഅ്മാർ വൽ അഅ്മാൽ, അമലുകളിൽ ബറക്കത്ത് ചെയ്യുന്ന സമയമാണിത്. സ്വഹാബികളിൽ അബ്ദുല്ലാഹ് ബിൻ ഉമർ, അബൂ ഹുറൈറ, സഖ്ർ ബിൻ വദാഅ റളിയല്ലാഹു അൻഹും, ഈ 3 സ്വഹാബികൾ സമാനമായ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ റസൂലുള്ളാഹ്, ആ സമയത്ത് ബറക്കത്ത് ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അമലുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, അത് ദുന്യവിയായ പ്രവർത്തനങ്ങളാകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, ജോലിക്ക് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി മുന്നൊരുക്കങ്ങളും പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകൾ, ആ സമയത്തിരിക്കും നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് മീറ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് കൂടി. കട ചിലപ്പോൾ 9 മണിക്കും 10 മണിക്കായിരിക്കും തുറക്കുക. ആ കടയിലേക്ക് വേണ്ടുന്ന നമ്മളെ അന്നത്തെ പിന്നെ മഈശത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആ സമയത്ത് നടത്തി. അതുപോലെ തന്നെ പിന്നെ മറ്റു തൊഴിലെടുക്കുന്ന ആളുകൾ, അവരുടെ പണി, കൂലിപ്പണിയും മറ്റൊക്കെ പോകുന്ന ആളുകൾ ആ സമയത്ത് തുടങ്ങി. അധ്വാനിക്കുന്ന ആളുകൾ ആ സമയത്ത് റിസ്കിന് വേണ്ടി ആഗ്രഹിക്കും. ആയുസ് അത് ദീർഘിക്കാൻ, കുറെ കാലം ജീവിക്കണം നന്മയിലായി എന്ന് ആഗ്രഹിക്കുന്നവർ ആ സമയത്ത് കിടന്നുറങ്ങാതിരിക്കും. ആ സമയത്ത് നമ്മൾ ഒരു പണിയെടുക്കാതെ കിടന്നുറങ്ങിയാലോ, നമ്മൾ ആയുസ് ഉറക്കി നശിപ്പിച്ചാലോ, ആയുസിൽ ബറക്കത്ത് ഉണ്ടാവില്ല. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ലാ തക്സലൻ ലികസ്ബി റിസ്കി അൻ ബക്രിൻ ഫറിസ്ഖു യൻമു ബിതഖ്വല്ലാഹി വൽ ബക്റു. മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ പകലിന്റെ ആദ്യ സമയത്ത് റിസ്ക് സമ്പാദിക്കുന്നതിൽ ഇനി മടിയനാകരുത്. റിസ്ക് അള്ളാഹുവിനോടുള്ള തഖ്വ കൊണ്ടും പകലിന്റെ ആദ്യ സമയം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടും വർദ്ധിക്കുന്നതാണ്. സലഫുകൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരായിരുന്നു ഈ സമയത്ത്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ സലഫു സ്വാലിഹ്യങ്ങൾ ഈ സമയത്ത് ഉറങ്ങലില്ല. നമ്മളെ പോലെ ഫജ്റിന് ശേഷം അവർ ഉറങ്ങലില്ല. അവരുറങ്ങുന്നുവെങ്കിൽ പിന്നെ രാത്രി എങ്ങാനും എന്തെങ്കിലും കാരണവശാൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുവെങ്കിൽ, ഉറക്കം മുളച്ചിട്ടുണ്ടെങ്കിൽ, സുബഹി നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടുടനെ പടിഞ്ഞാട്ടേക്ക് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങലല്ല. ഇഷ്റാഖ് വരെയെങ്കിലും പിടിച്ചെന്ന് സൂര്യൻ ഉദിച്ചു എന്നതിന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കിടന്നുറങ്ങും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങൽ അവർക്ക് ശീലമല്ല. എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങും അവരപ്പോ. പകലുറക്കം എപ്പോഴാണത്? അത് സൂര്യൻ മധ്യാഹ്നത്തിന് കടുത്ത ചൂടുള്ള ഏകദേശം ളുഹറിന് മുമ്പുള്ള സമയത്താണ് അവരെ കൈലൂല എന്ന് പറയുന്ന ഉറക്കം. അതും ബറക്കത്ത് കിട്ടാൻ കാരണമാണ്. കൈലൂല അറിയില്ല നിങ്ങൾക്ക്? ഉച്ചക്ക് മുമ്പുള്ള ഉറക്കം. ഉച്ചക്ക് മുമ്പുള്ള ളുഹർ ബാങ്കിന് മുമ്പുള്ള 1 മണിക്കൂർ, ആ സമയം. അതൊരു മണിക്കൂർ തന്നെ തികച്ചുറക്കണം എന്നല്ല. ആ സമയത്ത് അല്പം ഒന്ന് വിശ്രമിക്കാൻ സാധിച്ചാൽ അതും ബറക്കത്തായിരിക്കും. ആ സമയത്താണ് പിന്നെ അവർ ഉറങ്ങുക. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ സന്ദർശിക്കാൻ വേണ്ടി 2 ആളുകൾ വന്നു ഫജ്റിന് ശേഷം. അങ്ങനെ അവര് വീട്ടുകാരോട് സമ്മതം ചോദിച്ചു. അങ്ങനെ സമ്മതം കിട്ടി. പക്ഷെ ഒരു മടി. സുബഹിക്ക് ശേഷം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന് വിശ്രമിക്കുന്ന സമയമാണെങ്കിലോ, ഉറങ്ങുകയാണെങ്കിലോ, റെസ്റ്റ് എടുക്കുകയാണെങ്കിലോ, അങ്ങനെ അവരൊരു അക്കശക്കയിലാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനെ അഭിമുഖീകരിക്കുന്നത്. ഇതാർക്കും മനസ്സിലായി? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഉദ്ഖുല, നിങ്ങൾ ധൈര്യമായിട്ട് വരിൻ. അതളുന്നാനി ബിബ്നി ഉമ്മി അബ്ദിൻ അൽ ഗഫ്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇബ്നു ഉമ്മി അബ്ദ്, അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഈ സമയത്ത് ഗഫ്ലത്തിലായിരിക്കും, പണിയൊന്നും എടുക്കാതെ കിടന്നുറങ്ങായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കേണ്ടയില്ല. ഉണർവിൽ തന്നെയാണ്, ഉന്മേഷത്തിലാണ്. ഈ സമയം ബറക്കത്തുള്ള സമയമാണ്, നിങ്ങൾ ധൈര്യമായി പ്രവേശിക്കുവിൻ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. നമ്മൾ പലരെയും വീട്ടിൽ വന്ന് സുബഹിക്ക് ശേഷം കോളിംഗ് ബെൽ അടിച്ചാൽ പോലും, ഇടി വെട്ടിയാൽ പോലും നമ്മളാരും അറിയില്ല. കാരണം എന്താ? കൂർക്കം വലിച്ചു കിടന്നുറങ്ങലായിരിക്കും. അപ്പം ഇതാണ് നമ്മളെ സലഫുകളുടെ പാരമ്പര്യം. സലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവനെതിരെ കുറഞ്ഞു തുള്ളാൻ മാത്രമല്ലല്ലോ. ഇവിടെ നമുക്ക് സലഫിയത്ത് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം ഇതാണ് 20ാമത്തെ കാര്യം. എത്ര സമയം വരെ നമുക്ക് പോവാം? എത്ര സമയങ്ങൾ എന്നെ ക്ഷമിക്കും, സഹിക്കും? എത്ര കഴിക്കണം? 9 മണി വരെ പോയിക്കൂടെ? തിരക്കുണ്ടോ? തിരക്കുള്ളവർക്ക് പോകട്ടോ. ബറക്കല്ലാഹു ഫീക്കും. ഈ വിഷയം നമുക്കിന്ന് പൂർത്തീകരിക്കാന്ന് വിചാരിച്ചിട്ടാ. 20 കാര്യമായി. 21ാമത്തെ കാര്യം, ലുസൂമു സക്കീനത്തി വൽ വഖാർ.
അവധാനതയും പക്വതയും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഒരാളുടെ ജീവിതത്തിൽ എടുത്തുചാട്ടമില്ലാതെ പക്വമായി അവധാനതയോടെ സാവകാശത്തോടുകൂടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള വഴിയാണത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള കാരണമാണ് നമ്മൾ തിരക്ക് കൂട്ടാതെ എടുത്തുചാടാതെ പക്വമായി കാര്യങ്ങളെ സമീപിക്കുക, എടുത്തുചാടാതിരിക്കുക എന്നുള്ളത്. ഫമൻ ലസിമ സക്കീനത വൽ വഖാറ വറാദ അലാ ദാലിക നഫ്സഹു ബിഹൈസു യസീറാനി ലഹു സജിയ്യതൻ വഖുലുകൻ ലസിംനഹു ഇൻദമാ യുവാജിഹു ബലായ ദുനിയ വശദാഇദഹ. ആരാണോ കാര്യങ്ങളിൽ സമാധാനപരമായി അവധാനതയോടെ പക്വമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവന് നല്ല സ്വഭാവത്തിനും പെരുമാറ്റത്തിനും ഉടമയായിരിക്കും. ദുനിയാവിൽ എന്തു പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വന്നാലും അവൻ കിടുങ്ങൂല, അവന് ഒരു ഇളക്കവും സംഭവിക്കുകയില്ല. അവൻ സ്ഥൈര്യത്തോടെ ഉറച്ചു നിൽക്കും. പരിഭ്രാന്തിയോ ക്ഷമകേടോ പിന്നെ എന്താ പറയുക അവിവേകമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഒന്നും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണിത്. അലൈക്കും ബിസ്സക്കീനതി വൽ വഖാർ, അലൈക്കും ബിസ്സക്കീനതി വൽ വഖാർ, നിങ്ങൾ അവധാനതയും പക്വതയും മുറുകെ പിടിക്കുക. ഇതെപ്പോഴാണ് റസൂലുള്ള പറഞ്ഞതിൻ്റെ കോണ്ടസ്റ്റ് എപ്പോഴാണ്? നിസ്കാരത്തിലേക്ക് ചില ആളുകൾ ജമാഅത്ത് തുടങ്ങിയിട്ട് തിരക്കൂട്ടി വരൂലേ, അല്ലേ? നമ്മളെ കുട്ടികളൊക്കെ സ്ഥിരം പരിപാടിയാണിത്. ജമാഅത്ത് തുടങ്ങി പുടും 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 ഇങ്ങനെ സൗണ്ട് കേൾക്കാം, മസ്ജിദ് ഇങ്ങനെ കുലുങ്ങുന്നുണ്ടാവും, മസ്ജിദ് കുലുക്കി ഓടി വരും. ഇങ്ങനെ നിസ്കാരത്തിന് വൈകി വന്ന ആളുകളുടെ കാലിൻ്റെ ഒച്ച കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് നിസ്കാരത്തിൽ തിരക്കൂട്ടി വന്നത്? നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നിസ്കാരത്തിൽ തിരക്ക് കൂട്ടി അലൈക്കും ബിസ്സക്കീനതി വൽ വഖാർ, നിങ്ങൾ സാവകാശത്തോടെ അവധാനതയോടെ സമാധാനത്തിൽ പക്വമായി വരിക. എന്നിട്ട് റക്അത്ത് നഷ്ടപ്പെട്ടാലോ ബാക്കി പൂർത്തീകരിച്ച് നിസ്കരിക്കുക. അല്ല, ഇമാമ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഇമാമിനെ കാണുന്നുണ്ടാകും. റുക്കൂഇൽ ഇമാമ് സമി അല്ലാഹു ലിമൻ ഹമീദിലേക്ക് പൊന്തുമ്പോഴത്തേക്ക് ഇത്തിദാലിലേക്ക് പൊന്തുമ്പോൾ നമ്മളോട് എത്തും. അപ്പം എങ്ങനെ ഓടിയിട്ടുണ്ടാവും, എങ്ങനെ പാഞ്ഞിട്ടുണ്ടാവും? അപ്പം ഇങ്ങനെ തിരക്ക് കൂട്ടിയിട്ടല്ല നിസ്കാരത്തിൽ വരേണ്ടത്, സമാധാനത്തോടെ. ഇത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞതാണെങ്കിലും എല്ലാ രംഗത്തും നമുക്കിത് ബാധകമാണെന്നാണ്. അവധാനത, സാവകാശം, പക്വമായ സമീപനം, എടുത്തുചാടി കീറിമുറിച്ച് വെട്ടിക്കീറി അകത്താക്കി പുറത്താക്കി അരിക്കാക്കി ആളുകൾക്ക് എന്തൊരു തിടുക്കാണതിന്. ഹക്കിൻ്റെയും ബാത്തലിൻ്റെയും ആളുകളായി വ്യവച്ഛേദിച്ച് വിധി പറയാൻ ആളുകൾക്ക് എന്തൊരു തിടുക്കമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുകയാണ്. സക്കീനത്തും വഖാറും. വഖാർ എന്ന് പറഞ്ഞാൽ അത് പുറമേക്കാണ് പ്രകടം. ഒരാള് വഖാറുള്ള ആളാണ്, വഖാർ എന്ന് പേരിടാൻ പറ്റിയ പേരാണ്. വഖാർ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പക്വതയുള്ള ഗാംഭീര്യമുള്ള ആളെന്നാണ്. നല്ല നമ്മളെന്താ പറയുക, ജെന്റിൽമാൻ എന്ന് പറയില്ലേ, നല്ല പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ വഖാർ എന്ന പ്രയോഗം ബാധകമാണ്. അപ്പൊ നല്ല പക്വമായ പിന്നെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അതെവിടെ പ്രകടാവുക? ഫില്ലാഹിർ, ഒരാളുടെ പുറമേക്കാണ് പ്രകടാവുക. ഈ സക്കീനത്തോ അലൈക്കും ബി സക്കീനത്തി വൽ വഖാർ എന്നാണല്ലോ. വഖാർ ഒരാളുടെ ശരീരത്തിൽ പുറമേക്ക് പ്രകടാവും, സക്കീനത്തോ അത് ഉള്ളിലായിരിക്കും. ഉള്ളിൽ അവധാനതയും തിരക്കും വെകിളിത്തരൊന്നും ഇല്ലാത്തവനെ പുറത്തേക്ക് എന്ത് പ്രകടിപ്പിക്കുള്ളൂ? നല്ല പേഴ്സണാലിറ്റിയും പക്വതയും പ്രകടിപ്പിക്കും. ഉള്ളിലിതില്ലാത്തവനോ പുറത്തെപ്പോഴും വെപ്രാളപ്പെട്ടിട്ടായിരിക്കും. കണ്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ? അതുകൊണ്ട് ഉള്ളിലാണ് സക്കീനത്ത് വരേണ്ടത്. അവധാനതയും തിരക്കില്ലായ്മയൊക്കെ ഉള്ളിലാണ്. എങ്കിൽ പുറമേക്ക് എന്താ മുഖ്താർക്ക് കാര്യമായിട്ട് ചിരിക്കണ്ടല്ലോ. എങ്കിൽ പുറമേക്ക് വഖാറുണ്ടാകും, പക്വതയുണ്ടാകും. എന്നിട്ട് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അതിന് തെളിവോതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇത് ഏത് സൂറത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, അറിയുന്നവരൊന്ന് പരിശോധിച്ചോളൂ. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ആർക്കെങ്കിലും അറിയോ? ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അല്ലാഹുവാണ് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ സക്കീനത്തിട്ട്. അപ്പൊ സക്കീനത്തിന്റെ സ്ഥാനം എവിടെ? ഖൽബിലാണ്. ഖൽബിൽ അവധാനതയും അതുപോലെ തന്നെ അജലത്തും തിരക്കുമില്ലാത്തവനാണ്, വ്യഗ്രതയില്ലാത്തവനാണ് പുറമേക്ക്
നല്ല പക്വമായ നിലപാടും സമീപനവും സ്വീകരിക്കുന്ന ആളുകൾ. അപ്പൊ കൽബിലാണ് സക്കീനത്ത് ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഒരാളുടെ കൽബിൽ നേരത്തെ പറഞ്ഞ പോലെ അവധാനതയും സാവകാശവും ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ നല്ല വ്യക്തിത്വത്തിനെതിരായ ഒരു പ്രവർത്തനം അവൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അവൻ ആളുകളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഇടപെടുന്നതും നിലപാട് പറയുന്നതും അഭിപ്രായം പറയുന്നതും ഫത്വ കൊടുക്കുന്നതും ക്ലാസ് എടുക്കുന്നതും ക്ലാസ്സിലിരിക്കുന്നതും ഒക്കെ വളരെ പക്വമായി മാന്യമായിട്ടായിരിക്കും. അവൻ്റെ അടക്കവും അനക്കവുമൊക്കെ മെച്ചൂർഡായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഉള്ളിൽ സക്കീനത്തുണ്ടെങ്കിൽ. അപ്പോൾ പുറമേക്ക് നമുക്കിതിൽ എന്തെങ്കിലും എനിക്കും നിങ്ങൾക്കും വീഴ്ച വരുന്നുണ്ടെങ്കിൽ എവിടെയാണ് ചികിത്സിക്കേണ്ടത്? ആദ്യം കൽബിനകത്ത് ഈ സാധനം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്, സക്കീനത്ത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. എങ്ങനെയാണ് ഈ വഖാറും സക്കീനത്തും സമ്പാദിക്കുക? ഇതില്ലാത്തവരെങ്ങനെ ഇത് ഉണ്ടാക്കുക? ഒന്നാമത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിനെ നന്നാക്കാൻ പഠിപ്പിച്ച ദുആകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദുആകളാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ ഖൈറു മൻ സക്കാഹ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമൻ. അതുപോലെ തന്നെ അസ്ലിഹ് ലി ശഅനി കുല്ല. ഇങ്ങനെയുള്ള ദുആകളൊക്കെ ചെയ്യാം. രണ്ടാമത്തെ വഴി അതുള്ള ആളുകളോടൊപ്പം കൂടുക. ദുനിയാവിൻ്റെയും സമ്പത്തിൻ്റെയും അതല്ലെങ്കിൽ ഭൗതികതയുടെയും കൂട്ടുകാരായ ആളുകളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അവരാണ് നമ്മളെ കൂട്ടുകാരെങ്കിൽ അള്ളാഹിനെ ധിക്കരിക്കുന്ന കുഫാറുകളും മുശ്രിക്കുകളും തോന്നിവാസികളും സിനിമാ പ്രാന്തന്മാരും കളിക്കോന്തന്മാരും സെലിബ്രിറ്റികളുടെ പിന്നാലെ ഫാനായി വാലായി നടക്കുന്നവരൊക്കെ നമ്മളെ കൂടെങ്കിൽ നമുക്ക് ഈ ജാതി പേഴ്സണാലിറ്റിയും വ്യക്തിത്വവും പൗരുഷമൊക്കെ നഷ്ടപ്പെടും. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നല്ല ആളുകളോടൊപ്പം അൽമർഉ അലാ ദീനി ഖലീലി, കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ആരോടാണ് കൂട്ടുകൂടുന്നത് അവനെ നോക്കിക്കോ. നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പരിശോധിച്ചോ. നിന്റെ കൂട്ടുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ? നീ കമ്മ്യൂണിസ്റ്റുകാരനാവും. നിന്റെ കൂട്ടുകാരൻ മാപ്പിള സഖാവാണോ? നീ അങ്ങനെ തന്നെ ആവും. മാപ്പിളന്റെ പേര് വെച്ചോണ്ടായില്ല. നിന്റെ കൂട്ടുകാരൻ തോന്നുമ്പോ സൊല്ലിയാണോ? നീയും അങ്ങനെയാകും. നിന്റെ കൂട്ടുകാരൻ സിനിമാ ഭ്രാന്തനാണോ? നീയും അങ്ങനെയാകും. നിന്റെ കൂട്ടുകാരൻ പേരിൽ മാത്രമാണ്, സ്വഭാവവും പെരുമാറ്റവും വേഷവും കോലവും ഒക്കെ സ്ത്രീകളെ പോലെയാണ്, നീയും അങ്ങനെയാവും. നപുംസകമായി മാറും. യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതുള്ള ആളുകളോടൊപ്പം, അതിനാണ് ദീനുള്ളവരോടൊപ്പം സഹവസിക്കണം, കൂട്ടുകൂടണം. ഇനി ദീനുള്ളവരിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ ആരിലാണ് ഉണ്ടാവുക? പറ, ആരിലാണ് ഉണ്ടാവുക? അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരന്മാരെ അതുകൊണ്ടാണ് ഉലമാക്കളിലേക്ക് മടങ്ങണം എന്ന് പറയുന്നത്. നമ്മൾ മതി എന്നുള്ള താൻപോരിമ വെച്ച് നടക്കുന്നവർ, അവർക്ക് കുറവില്ല എന്ന് സ്വയം അഭിരമിക്കുന്നവർ, അത് കൂടുതൽ നിലവാരവും ഗുണമുള്ള ആളുകളിൽ നിന്ന് പകർന്നെടുക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതുള്ളവരിലേക്ക് നമ്മൾ പോകണം, മടങ്ങണം, അവരുമായി സഹവസിക്കണം. അതിൽ നിന്ന് അവരിൽ നിന്ന് പകർത്തെടുക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ കാന മുൽതമിസൻ ജലീസൻ സ്വാലിഹൻ ഫല്യഅതി ഹൽഖത മസ്അർ ഇബ്നു കിദാം ഫീഹാ സകീനതു വൽ വഖാർ വഅഹ്ലുഹാ അഹ്ലുൽ അഫാഫി വഅലിയത്തുൽ അഖ്വാമി. അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഇൽമു കൊണ്ട് അറിയപ്പെട്ട ഒരു പണ്ഡിതനെ കുറിച്ച് പറയാണ്. ആരാണോ സ്വാലിഹായ ഒരു വ്യക്തിയോടൊപ്പം സഹവസിക്കാനും അവിടെ നിന്ന് സക്കീനത്തും വഖാറും അവധാനതയും പക്വതയും ഗാംഭീര്യവുമെല്ലാം കരസ്ഥമാക്കാനും ആഗ്രഹിക്കുന്നുവോ, പണ്ഡിതന്മാരുടെ മജ്ലിസിൽ നിങ്ങൾ ഇരിക്കുക, ഉലമാക്കളുമായി നിങ്ങൾ സഹവസിക്കുക. നമ്മുടെ മുമ്പിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന എല്ലാവരും ഉലമാക്കളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ പറയുന്ന നമ്മൾ പോലും അവരിലേക്ക് വഴികാട്ടുന്ന ഗൈഡുകൾ മാത്രമാണ്, വഴികാട്ടികൾ മാത്രമാണ്. ശരിയായ ഉലമാക്കളിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് എൻ്റെ ചില ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്പർ നിങ്ങൾക്ക് തെറ്റും. 21 കഴിഞ്ഞു. 22ാമത്തത് അൽ അഖ്ദു ബിൽ അസ്ബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നേടാൻ നിശ്ചയിച്ചിട്ടുള്ള കാരണങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. കാരണങ്ങളിലൂടെ കാര്യങ്ങളിലേക്ക് എത്തണം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കൂല. വിശപ്പാകുന്ന കാര്യം സാധിക്കാൻ
ഭക്ഷണമാകുന്ന കാരണം തേടണ്ടേ? കുട്ടികളെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കല്യാണം കഴിക്കൂല മൂപ്പര്. സാധിക്കുമോ? അപ്പൊ അസ്ബാബുകൾ തേടിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായവും അവലംബവും പ്രാപിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കണം. അതല്ലാതെ അസ്ബാബുകളില്ലാതെ സമ്പാദിക്കണം, കുടുംബത്തെ പോറ്റണം, പണിയെടുക്കൂല, വീടിന്റെ മൂലക്ക് കുത്തിയിരിക്കും, കിടന്നുറങ്ങും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിറക്കി കൊടുക്കുമോ? ഇല്ല. അതിന് തവക്കുൽ എന്നല്ല പറയാം, അത് തവക്കുലിനെതിരാണ്. എന്നിട്ട് ചില ആളുകൾ പറയും അത് തവക്കുൽ വേണം, തവക്കുലാണത്, ഞാൻ അള്ളാഹുൽ തവക്കുലാക്കിയേക്കാന്ന് പറഞ്ഞിട്ട് പണിയെടുക്കാതെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തെ പോറ്റാനുള്ള റിസ്ക് അവർക്ക് നൽകുമോ? ഇല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ലാ യനാലുൽ അബ്ദു ശൈഅൻ ഇല്ലാ ബിമാ ഖദ്ദറ അല്ലാഹു മിൻ ജമീഇൽ അസ്ബാബ് വല്ലാഹു ഖാലിഖു ശൈഇ വ ഖാലിഖുൽ അസ്ബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് ലഭിക്കണമെങ്കിൽ അള്ളാഹു കാരണമായി നിശ്ചയിച്ചിട്ടുള്ള കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ആ കാരണങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ആ കാരണങ്ങളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ഖാലിഖു ശൈഇ വ ഖാലിഖുൽ അസ്ബാബ്, എല്ലാ വസ്തുക്കളെയും എല്ലാ കാരണങ്ങളെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് കാരണങ്ങളിലേക്കല്ല നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്, ആ കാരണങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. നമ്മൾ സമ്പത്തുണ്ടാക്കാൻ നമ്മളൊരു കച്ചവടം തുടങ്ങി. കച്ചവടം ഒരു കാരണമാണല്ലോ. നമ്മളെയും ഈ കച്ചവടത്തെയും കച്ചവട ഉൽപ്പന്നങ്ങളെയും അതിലുള്ള ബറക്കത്തിനെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് എൻ്റെ കച്ചവടം അത് മെച്ചപ്പെടുത്താനുള്ള ഭൗതികമായ കാരണങ്ങൾ തേടി ഞാൻ അവിടെ നിൽക്കല്ല, അതിലവലംബിക്കല്ല. ആ കാരണങ്ങൾ സൃഷ്ടിച്ച റബ്ബിലേക്ക്, ഇതൊരു കാരണം മാത്രമാണ്. ഈ കാരണം എനിക്ക് അനുകൂലമാക്കുന്നവൻ എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്കാണ് നമ്മുടെ കൽബ് തിരിയേണ്ടത്. നമ്മളെ കച്ചവടത്തിലേക്കും കഴിവിലേക്കും നമ്മുടെ സാമർഥ്യത്തിലേക്കും അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പ്ലാനിങ്ങും നമ്മുടെ പദ്ധതികളും അതിലല്ല നമ്മൾ അവലംബിക്കേണ്ടത്. രോഗം മാറാൻ മരുന്നും ചികിത്സകനും ഡോക്ടറൊക്കെ ഒരു കാരണം മാത്രമാണ്. എത്ര വലിയ കാരണങ്ങളാകുന്ന ഡോക്ടറെയും മരുന്നിനെയും സമീപിച്ചാലും അതിലൂടെ നമുക്ക് ശിഫ നൽകുന്നത് അള്ളാഹുവാണ്. കാരണം അവയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുലേക്കാണ് നമ്മുടെ കൽബ് തിരിയേണ്ടത്. ഇങ്ങനെ കാരണങ്ങൾ തേടുന്നവരായി നമ്മൾ മാറണം. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് ലഭിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരേ കാരണം, ആ കാരണം സ്വീകരിക്കുന്ന ഒരേ ആവശ്യക്കാർ, അതുകൊണ്ട് അവരുടെ കാര്യം ഒരുപോലെ സാധിക്കണമെന്നുണ്ടോ? ഒരേ അസുഖത്തിനുള്ള ഒരേ മരുന്ന്, ഒരാൾക്ക് അതിന് ശിഫ ലഭിക്കും, ഒരാൾക്ക് ചിലപ്പോൾ അതുകൊണ്ട് യാതൊരു മാറ്റവും ലഭിക്കില്ല. കാരണം എന്താ? അത് കാരണം മാത്രമാണ്. അള്ളാഹുവാണ് ആ കാരണം നമുക്ക് അനുകൂലമാക്കുന്നതും പ്രതികൂലമാക്കുന്നതും. ഇപ്പം ക്യാൻസർ എത്ര സ്റ്റേജ് എത്തിയാലും അതിനൊരു ഒറ്റമൂലിയുണ്ട്, അത് കഴിച്ച് എത്രയോ ആളുകൾ മാറിയേക്കണു. എന്നാൽ അത് കഴിച്ചിട്ട് മാറാത്തവർ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ 10 മടങ്ങുണ്ടാവും. കാരണം എന്താ? അത് കാരണം മാത്രമാണ്, അതാണ് അതിൻ്റെ കാരണം. അതിന് യാതൊരു സ്വാധീനമില്ല. അതുകൊണ്ട് സ്വാധീനം ഉണ്ടാക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഖൽബ് അള്ളാഹുലേക്കാണ് തിരിയേണ്ടത്, കാരണത്തിലേക്കല്ല. ഇതാണ് എല്ലാ രംഗത്തെയും നമ്മളെ നിലപാട്. ഇങ്ങനെ കാരണങ്ങൾ സ്വീകരിച്ച്, കാരണം ഒരു കാരണം മാത്രമാണ്, ആ കാരണത്തെ നമുക്ക് അനുകൂലവും പ്രതികൂലമായി മാറ്റുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഈ കാരണം അള്ളാഹു സ്വീകരിക്കാൻ പറഞ്ഞ കാരണം മാത്രമാണ്, ഇതുകൊണ്ട് കാര്യം നടത്തുന്ന അള്ളാഹു മാത്രമാണ് എന്ന ചിന്തയിൽ കാരണങ്ങളെ സമീപിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടാവും. നമുക്ക് ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. നമുക്ക് ഇനിയുടെ സ്ഥാപനങ്ങൾ വരണം, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വരണം. അതിനുള്ള കാരണങ്ങളാണ് എന്ത്? ഫണ്ട് കളക്ട് ചെയ്യുക, നമ്മെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നവരെ പോയി കാണുക, അതുപോലെ അതിനുവേണ്ടിയുള്ള ഷൂറ, അതിനുവേണ്ടി നമ്മളൊരു കൂട്ടായ്മ, ഒരു സംഘം, ഒരു കമ്മിറ്റിയൊക്കെ ഇത് സബബ് മാത്രമാണ്, അസ്ബാബുകൾ മാത്രമാണ്. ഈ അസ്ബാബുകൾക്ക് മുമ്പ് നമ്മുടെ കൽബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അവലംബം, അവനിലേക്കുള്ള ഇൽത്തിഫാത്ത്, അത് നമ്മൾ തിരിച്ചുവിടണം. എന്നിട്ട് നമ്മൾ കാരണത്തിലേക്ക് ഇറങ്ങണം, അള്ളാഹുവിനോട് സഹായം തേടണം, മുന്നോട്ട് പോകണം. ഇതാണ് ചെയ്യേണ്ടത്. ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. 23-ാമത്തെ കാര്യം അസ്വദഖ, സ്വതക്ക നൽകുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യുന്നത് വരെ, ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുന്നവരെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗവും
നന്മയും വെട്ടിപ്പിടിക്കാനുള്ള ഏറ്റവും മഹത്തായ ഉപാധിയാണ് നമുക്കിഷ്ടപ്പെട്ടതിന് ചെലവഴിക്കുക എന്നുള്ളത്. നമുക്കിഷ്ടപ്പെട്ടതിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈസക്ക് നമ്മൾ ഏറ്റവും ആവശ്യക്കാരായിരിക്കെ 10 റുപ്യ 10 റുപ്യ, ആ സ്വതക്കയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് നോട്ടുകെട്ടുകളിൽ നിന്ന് ഒരു കെട്ട് കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം. അതാണ് ഘനപ്പെട്ട നന്മ. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. നിങ്ങൾ എന്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചോ അള്ളാഹു അതിന് പകരം നൽകും. വഹുവ ഖൈറുർ റാസിഖീൻ. അവനാണ് റിസ്ക് നൽകുന്നവനിൽ ഏറ്റവും ഉത്തമൻ. നോക്കൂ നിങ്ങൾ, മഹത്തായ ഒരു ഹദീസ് ഉണ്ട് ഈ രംഗത്തെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു, അടിമകൾ നേരം വെളുക്കുന്ന എല്ലാ ദിവസവും, നമ്മൾ നേരം പുലരുന്ന എല്ലാ ദിവസവും ഖിയാമത്ത് നാൾ വരെ, ഇല്ല മലക്കാനി യൻസിലാൻ, 2 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങും. ഓരോ ദിവസം നേരം പുലരുമ്പോൾ 2 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങും. അതിലൊരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഖ, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ ഉത്തമമായത് പകരം നൽകണമേ റബ്ബേ എന്നൊരു മലക്ക് പ്രാർത്ഥിക്കും. മറ്റേ മലക്കോ, അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, അല്ലാഹു നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവർക്ക് നാശം നൽകണമേ, അവരുടെ സമ്പത്തിനെയും അവരുടെ നിഅമത്തുകളെയും നീ നശിപ്പിക്കണമേ, നൽകുന്നവന് നീ കൂടുതൽ കൊടുക്കണമേ എന്ന് ദുആ ചെയ്യും. ആരാ ദുആ ചെയ്യുന്നത്? മലക്കുകൾ. മലക്കുകളുടെ ദുആ അല്ലാഹു തള്ളുവോ? നമ്മൾ ദുആ ചെയ്യുന്ന പോലെ ഇത് ഓരോ ദിവസവും നടക്കുന്ന സംഭവ വികാസമാണെന്നാണ്. ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ ഈ 2 മലക്കുകൾ ഇറങ്ങും, ഇങ്ങനെ ദുആ ചെയ്യുമെന്നാണ്. ഈ കൂട്ടത്തിൽ ആരിൽ നമ്മൾ തീരുമാനിക്കുക മലക്കുകളുടെ ഈ ദുആയിൽ ഏതിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടതെന്ന്. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള പ്രേരണയാണിത്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരൊരാളാണോ ത്വയ്യിബായ നല്ല സമ്പാദ്യത്തിൽ നിന്ന്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുന്നത്, അള്ളാഹു നല്ലതേ സ്വീകരിക്കൂ, ഹറാം അള്ളാഹു സ്വീകരിക്കൂല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഹലാലായി സമ്പാദിച്ച നല്ല വിഹിതം ഒരാൾ ദാനം ചെയ്താൽ, സ്വതക്ക ചെയ്താൽ, അള്ളാഹു അവന്റെ വലതു കരം കൊണ്ട് അത് സ്വീകരിക്കുന്നതാണ്. ഇല്ല അഖദഹർ റഹ്മാനു ബിയമീനി, അള്ളാഹു അവന്റെ വലതു കരം കൊണ്ട് സ്വീകരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കരങ്ങൾ രണ്ടും ചില ഹദീസുകളിൽ വന്ന പോലെ കിൽതാ യദൈഹി യമീൻ, അള്ളാഹുവിന്റെ 2 കരങ്ങളും വലതാണ്. വഇൻ കാനത് തംറതൻ, 2 കരങ്ങളും വലതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കരങ്ങൾ വലതും ഇടതും പോലെ നമ്മൾ സങ്കല്പിക്കാൻ പാടില്ല, ചിന്തിക്കാനേ പാടില്ല, ഉപമിക്കാനേ പാടില്ല. അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ അള്ളാഹുവിന്റെ, കാരണം അള്ളാഹുവിലേക്ക് ഒരു ന്യൂനതയുടെ വിശേഷണം ചെയ്തു. ഇടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യൂനതയാണ്, അല്ലെ? മനുഷ്യന്മാർക്കിടയിൽ തന്നെ വലത് ഇടെന്ന് പറഞ്ഞാൽ ഇടത്, വലത് കൈയിനാണ് ഇടത് കൈയിനാണ് സ്ഥാനമുള്ളത്? വലത് കൈയിനാണ്. ഇടത് എന്നുള്ളത് ഒരു ന്യൂനതയാണ്. അള്ളാഹുലേക്ക് ഒരു ന്യൂനതയും ചേരുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ 2 കരങ്ങളും വലതാണ് എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അതിനാണ് തെളിവുള്ളത്. അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ. വഇൻ കാനത് തംറതൻ, അങ്ങനെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ അവനൊരു കാരക്ക, ഒരു ഈത്തപ്പഴമാണ് ദാനം ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈപ്പടയിൽ അതിനെ പരിപാലിക്കും. അവന്റെ വലതുകരം കൊണ്ട് അവൻ സ്വീകരിക്കും. എന്നിട്ട് അവന്റെ കയ്യിൽ അവൻ അതിനെ പരിപാലിക്കും. ഹത്താ തകൂന അഅ്ളമ മിനൽ ജബൽ, ഒരു വലിയ പർവ്വതത്തിനോളം വലുപ്പത്തിൽ അത് വളർന്നു വലുതാകും. ഒരൊറ്റ കാരക്ക, ത്വയ്യിബായ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച ഒരൊറ്റ കാരക്ക സ്വതക്ക ചെയ്താൽ, കമാ യുറബ്ബി അഹദുക്കും ഫൽവഹു ഔ ഫസീലഹു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ചെറിയ കുതിരക്കുട്ടിയെ, ചെറിയ ഒട്ടകക്കുട്ടിയെ പോറ്റി വലുതാക്കി പരിപാലിക്കുന്ന പോലെ അള്ളാഹു ഒരൊറ്റ തമ്രത്താണെങ്കിൽ പോലും അതിനെ പരിപാലിച്ച് പർവ്വത സമാനമാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഹദീസും സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹദീസാണ്. അപ്പൊ സ്വതക്ക നൽകാൻ ഇങ്ങനെ സ്വതക്ക നൽകുക. എങ്ങനെ സ്വതക്ക നൽകേണ്ടത്? അള്ളാഹുവിന്റെ കൂലി മാത്രം, നാട്ടുകാരുടെ സ്തുതിവാചകങ്ങളോ ഞാനൊരു ധർമ്മിഷ്ഠനാണ് പിന്നെ ദാനം ചെയ്യുന്നവനാണ് എന്ന് പേര് കിട്ടാനോ ഒന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹ് മാത്രം അറിഞ്ഞാൽ മതി. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയരുതെന്ന് പറയുന്ന സ്വതക്ക ഉണ്ടല്ലോ, ഇടത് കൈ അറിയാത്ത വലത് കൈയിന്റെ സ്വതക്ക, അത്രമേൽ രഹസ്യമായ സ്വതക്ക. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹത്തെ? സൈനുൽ ആബിദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, സ്ഥാനപ്പേര്.
അലി റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയായ അലി റഹിമഹുല്ല, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ, അദ്ദേഹം ഇഖ്ലാസ് കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു. മദീനയിൽ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് രാത്രി സമയത്ത് അവർ പോലും അറിയാതെ വലിയ ചാക്കുകളിൽ അവർക്കുള്ള ഭക്ഷണോൽപ്പന്നങ്ങൾ താങ്ങി ചുമടെടുത്ത് അദ്ദേഹം രാത്രി കൊണ്ടുപോയിട്ട് പോകും. സാധനം എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയുള്ളൂ അവിടെ എത്തി എന്നുള്ളത്. ആരാണ് എങ്ങനെയാണോ ഒന്നും അവർക്ക് അറിയില്ല. അങ്ങനെ ഇത് അലി റഹിമഹുല്ല, അലി ബിൻ ഹുസൈൻ റഹിമഹുല്ല അദ്ദേഹമാണ് കൊണ്ടുവന്ന് വെച്ചതെന്ന് എപ്പോഴാണെന്ന് അറിയാം മനസ്സിലായത്. അലി ബിൻ ഹുസൈൻ റഹിമഹുല്ല അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ വീടുകളിൽ കിട്ടുന്ന ഈ വിഹിതം കിട്ടാതെ പോയി. അവരിൽ പലർക്കും ഇത് കിട്ടുന്നില്ല. അലി ബിൻ ഹുസൈൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ജനാസ കുളിപ്പിച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുമലിലും ചുമടെടുത്ത് തഴമ്പ് വന്ന കറുത്ത പാട് കണ്ടു എന്നാണ്. അങ്ങനെ അവരത് ചേർത്ത് വായിച്ചു. ഇത് ചെയ്തത് അദ്ദേഹമാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കുവോളം എത്രയോ കാലങ്ങളായി അദ്ദേഹം ചെയ്തൊരു പുണ്യപ്രവൃത്തി, ഒരു സ്വതക്ക ആരും അറിഞ്ഞിട്ടില്ല മരിച്ചതിന് ശേഷമല്ലാതെ. ഇങ്ങനൊരു സ്വതക്ക നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു സ്വതക്ക, ഒറ്റൊന്ന് നമ്മൾ മരിച്ചതിന് ശേഷം മാത്രം നമ്മുടെ വേണ്ടപ്പെട്ടവരും കൂടെ കഴിയുന്നവരും പോലെ അറിയുന്ന ഒരു സ്വതക്ക, അതാണ് കനപ്പെട്ട സ്വതക്ക. അതൊരു തമ്പ്രാണെങ്കിലും ശരി, ഒരു ഉറുപ്പിയാണെങ്കിലും ശരി, ഇങ്ങനെ സ്വതക്ക ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് മാന്യമായ ഹലാലായ അന്ന് അധ്വാനിച്ച് കിട്ടുന്ന കൂലി, അതിൽ നിന്നൊരു 100 ഉറുപ്യ ആരും അറിയണ്ട, അല്ല മാത്രം, എൻ്റെ റബ്ബിനെ മാത്രം അറിയിച്ചാൽ മതി. ഇങ്ങനെ സ്വതക്ക ചെയ്താലാണ് അള്ളാഹു ഇങ്ങനെ പരിപാലിപ്പിക്കുക. അള്ളാഹു എന്നുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ഇതാണ് 23-ാമത്തെ കാര്യം. 24-ാമത്തെ കാര്യം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് രണ്ട് ലോകത്തും, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ തൗഫീക്കും സൗഭാഗ്യവും ലഭിക്കാനുള്ള കാരണമാണ്. അതിന് കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഹീദിനോട് ചേർത്തി പറഞ്ഞ അടുത്ത ഹക്ക് മാതാപിതാക്കളുള്ള ഹക്ക്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വിധിച്ചിരിക്കുന്നു അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, തൗഹീദ്. അതിനുശേഷം ഉടനെ തന്നെ അള്ളാഹു എന്ത് പറഞ്ഞു? വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. അള്ളാന്റെ ഹക്കിനോട് ചേർത്തി പറഞ്ഞ ഹക്ക് ഒന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യാൻ പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞ നന്ദി ഏത് നന്ദിയാ? വഷ്കുർലി അനിഷ്കുർലി വലി വാലിദൈക്, നിങ്ങൾ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക. അതുകൊണ്ട് ഇത് ചില്ലറ കാര്യമല്ല. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും അടയാളമാണിത്. എല്ലാ തൗഫീഖിന്റെയും കാരണമാണിത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാന്നുള്ളത്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ ഒരിക്കൽ ചെന്ന് ചോദിച്ചു, അമലുകളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ്? റസൂലുള്ളാഹി ഒന്നാമതായി മറുപടി, അസ്വലാത്തു അല വഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. സുമ്മ ഐ, പിന്നെ ഏതാണ്? എന്താ പറഞ്ഞു? സുമ്മ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. പിന്നെ ഏതാണ്? സുമ്മ ഐ, പിന്നെയാണ് പറഞ്ഞാൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. പോലും അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടാൻ സമ്മതം ചോദിച്ചു വന്നവരോട് വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കളുണ്ട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സമ്മതം കൊടുത്തില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അവരെത്ര നമ്മൾ ദ്രോഹിക്കുന്നവരാകട്ടെ, നമ്മളോട് എത്ര ആദർശപരമായി വിയോജിപ്പ് കാണിക്കും, നമ്മളെ ശപിക്കുകയും പ്രാകുകയും ചെയ്യുന്നവരെന്നെ ആകട്ടെ, അവർക്ക് അങ്ങോട്ട് നന്മ മാത്രം ചെയ്യുക. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സമീപനം കൊണ്ടും പുഞ്ചിരി കൊണ്ടും നോട്ടം കൊണ്ടും ഇരുത്തം കൊണ്ടും എല്ലാം അവർക്ക് നന്മ മാത്രം ചെയ്യുക. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള. അടുത്ത കാര്യം 24-ാമത്തെ കാര്യം 25, സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള മറ്റൊരു കാരണമാണ്. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻഗാമികൾ ചില പറഞ്ഞു, വഇന്നംരി അൻ ലാ യത്തഖാ സുഖ്ത ഖൗമിഹി വലാ യഹ്ഫദുൽ ഖുർബ ലഗൈറു മുവഫഖ്, ആളുകളോട് ദേഷ്യം വെച്ച് പുലർത്താതെ, കുടുംബബന്ധം കാത്തു സൂക്ഷിക്കാതെ ഒരാള് ആളുകളോട് ദേഷ്യം വെച്ച് പുലർത്തി കുടുംബബന്ധം കാത്തു സൂക്ഷിക്കാതെ ഒരാൾ ജീവിച്ചാൽ അവൻ തൗഫീഖ് ലഭിക്കാത്തവനാണ്. അപ്പൊ ആളുകളോട് ദേഷ്യമില്ലാതിരിക്കുക, വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക,
കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള മാർഗമാണ്. കുടുംബ ബന്ധം ചേർക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. കുടുംബക്കാരോട് അവരുടെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും പരിഗണിച്ചിട്ട് ബന്ധത്തിലുള്ള വേർതിരിവുണ്ടാവും, അതായത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഉദാഹരണത്തിന്, സമ്പത്ത് ആവശ്യമുള്ളവർ കുടുംബക്കാരുടെ കൂട്ടത്തിൽ പൈസ കൊടുത്ത് സഹായിക്കേണ്ടവരുണ്ടാവും. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാം. പൈസ ആവശ്യമുള്ളവരുണ്ടാവും, നമുക്ക് പൈസ ഇല്ലെങ്കിലോ പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബന്ധം ചേർക്കുന്നവൻ്റെയും ചേർക്കപ്പെടുന്നവൻ്റെയും അവസ്ഥ നോക്കി പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുടുംബ ബന്ധം ചേർക്കാൻ പറ്റും. ഒന്നെങ്കിൽ സമ്പത്ത് കൊണ്ടാകാം, സാമ്പത്തികമായി നമുക്ക് സഹായിക്കാൻ പറ്റും, ശാരീരികമായി നമ്മൾ ആരോഗ്യം കൊണ്ട് തടി കൊണ്ട് സഹായിക്കാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ തടി കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒന്നും വേണ്ട, തടി കൊണ്ട് സഹായിക്കണില്ല, സമ്പത്തുകൊണ്ട് ഒന്ന് അവരെ നോക്കി ഒന്ന് ചിരിച്ച് വീട്ടിൽ പോയി ഒന്ന് സന്ദർശിച്ച് ബിസലാം, സലാം പറയാ. സലാമിനേക്കാൾ വലിയൊരു നന്മയുണ്ടോ? നല്ല വാക്കുണ്ടോ? ഉണ്ടോ? ഒന്ന് നമ്മളെ സമ്പത്തുകൊണ്ട് തടിയോണ്ട് ചെയ്യാനല്ല, ഒന്ന് അവരെ വീട്ടിൽ പോയി ഒന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിനെന്തെങ്കിലും പൈസ ചിലവുണ്ടോ നമുക്ക്? പോട്ടെ, ഇനി പോകാൻ ദൂരത്തുള്ള ഫോൺ കോൾ ചെയ്തിട്ട് ഒരു സലാം പറഞ്ഞ് എന്തൊക്കെ വിശേഷം, റാഹത്തല്ലേ, അല്ലാഹ് ഹൈറാക്കട്ടെ, അസ്സലാമു അലൈക്കും. ഇങ്ങനെങ്കിലും നമുക്ക് കുടുംബബന്ധം സ്ഥാപിച്ചൂടെ, ചേർത്തൂടെ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹിമഹു. ആരാണ് അള്ളാഹുവിലും ഖിയാമത്ത് നാളിലും ഈമാനുള്ളവൻ, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈമാനുള്ളവരുടെ ലക്ഷണമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്, കുടുംബബന്ധം മുറിക്കലല്ല. ഈമാനുള്ളവരുടെ ലക്ഷണം കുടുംബബന്ധം ചേർക്കലാണ്. ചേർക്കുന്നവരോട് ചേർക്കലല്ല കുടുംബബന്ധം ചേർക്കൽ. റസൂലുള്ള പറഞ്ഞു, മുറിച്ചവരോട് അങ്ങോട്ട് പോയി ചേർക്കലാണ് കുടുംബബന്ധം ചേർക്കൽ. അത് ഈമാനുള്ള ഒരു അടയാളമാണ്. മാത്രമല്ല, കുടുംബബന്ധം ചേർത്താൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ ചില ആളുകളുടെ ധാരണ, നമ്മുടെ അടുത്തുള്ള കുറഞ്ഞു പോയാലോ, നമുക്ക് എന്തെങ്കിലും നഷ്ടം പറ്റിയാലോ, നമ്മളവരെ ദ്രോഹിച്ചാലോ, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അടിച്ചു പുറത്താക്കും, ചിലപ്പോൾ പിന്നെ കൊല്ലുവര്, വാളെടുത്ത് വരും എന്നൊക്കെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി വയുൻസഅ ലഹു ഫി അസരിഹി. അവർ കൊല്ലുമെന്നാണ് നിനക്ക് ഭയമെങ്കിൽ, നിന്റെ ആയുസ് വർദ്ധിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ കുറഞ്ഞു പോകുമെന്നാണ് നിന്റെ ആശയെങ്കിൽ, നിന്റെ റിസ്ക് വർദ്ധിക്കാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, റസൂലുള്ളാഹി പറഞ്ഞു ഫല്യസിൽ റഹിമഹു, കുടുംബബന്ധം ചേർക്കട്ടെ എന്ന്. അപ്പൊ ആയുസ് വർദ്ധിക്കാനും റിസ്ക് വർദ്ധിക്കാനുമുള്ള കാരണം കുടുംബബന്ധം ചേർക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് കുടുംബക്കാർ ദ്രോഹം ചെയ്യുന്ന ഒരു മനുഷ്യൻ വന്ന് പരാതി പറഞ്ഞില്ലേ, അള്ളാഹിന്റെ റസൂലെ, എനിക്ക് അടുത്ത കുടുംബങ്ങളുണ്ട്, ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നു, അവരെന്നോട് ബന്ധം വിച്ഛേദിക്കുന്നു, ഞാൻ അവരോട് നല്ലത് പ്രവർത്തിക്കുന്നു, അവരെന്നോട് മോശം പ്രവർത്തിക്കുന്നു, ഞാൻ അവരോട് വിവേകത്തോടെ പെരുമാറുന്നു, അവരെന്നോട് അവിവേകം കാണിക്കുന്നു, ശത്രുത വെച്ച് പുലർത്തുന്നു. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നീ പറഞ്ഞതുപോലെയാണ് നിന്റെ അവസ്ഥയെങ്കിൽ ഫകഅന്നമാ തുസഫ്ഫുഹുൽ മല്ല, നീ അവരുടെ ആമാശയത്തിൽ നടക്കുന്നത് ചൂടുള്ള തീക്കനലാണ്. ചൂടുള്ള തീക്കനൽ വാരിക്കോരി തിന്നുന്നതിന് സമാനമാണ് അവർക്കുള്ള ശിക്ഷ. നിനക്കുള്ള ദറജയും പദവിയും കൂലിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ ചാരമണ്ണ് വയറ് നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫലാ യസാലു മഅക മിനല്ലാഹി ദഹീറുൻ, അവരെത്ര നിന്നെ ദ്രോഹിച്ചാലും അള്ളാഹ്ക്ക് വേണ്ടി സ്വർഗം മോഹിച്ച് നീ അവരോട് കുടുംബബന്ധം ചേർത്താൽ അള്ളാന്റെ അടുത്ത് നിന്നുള്ള ഒരു സഹായി അലൈഹിം, അവർക്കെതിരെ അള്ളാന്റെ ആർമിയെ അള്ളാഹു നിനക്ക് വേണ്ടി നൽകും. മദും തഅല ദാലിക്, നീ ഇഖ്ലാസോടുകൂടി അത് ചെയ്യുകയാണെങ്കിൽ. ആരെ നമ്മൾ പേടിക്കേണ്ടത്? അള്ളാന്റെ പ്രൊട്ടക്ഷൻ അള്ളാഹു പ്രത്യേകം നമുക്ക് നൽകുമെന്നാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് 25-ാമത്തെ കാര്യം. 26-ാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് അവസാനിക്കാം, 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. അൽ അദ്ലു, അല്ലെങ്കിൽ ഇത് നമുക്ക് പിന്നെ ബാക്കി വിശദീകരിക്കണോ? ഇവിടെ നിർത്തിയാലോ? കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് വിശദമായി പറയാനുള്ളതാണ്. പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല അല്ലേ? തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. هذا والله تعالى أعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. അതേപോലെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച രാവിലെ തുടങ്ങും. പിന്നെ നമുക്ക് ഭക്ഷണം കൂടെ രാവിലെ അടുത്ത ഞായറാഴ്ച അറേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ ചെറുതായിട്ടുണ്ട്, പക്ഷെ അടുത്ത ആഴ്ച സ്ത്രീകൾക്കും വരാൻ സൗകര്യമാണ്.
അത് രാവിലെ അവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ കേൾക്കുന്നുണ്ടാവും. സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഇൻഷാല്ലാ ഭക്ഷണം അറേഞ്ച് ചെയ്യാം. അതേപോലെ വെള്ളിയാഴ്ച മകരീബിന്റെ ശാദം ഉണ്ടാവും. നടക്കുമ്പോൾ ഈ മാസം മുതൽ പറയും. കോഡിങ് ആയിട്ടുണ്ടാവില്ലേ? എന്റെ കൈ വെച്ച് നിങ്ങളെ കൈ ആക്കണം കട്ടാക്കി എഡിറ്റ് ചെയ്യാം.